അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, മതവിദ്യാഭ്യാസവും മുസ്ലിം സമുദായവും എന്ന വിഷയത്തിലാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഭൗതിക വിദ്യാഭ്യാസത്തിന് ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. മാത്രമല്ല, അത് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ആലോചിക്കാനും ചിന്തിക്കാനും പഠിക്കാനും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള താല്പര്യം ജനിപ്പിക്കുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഭൗതിക വിദ്യാഭ്യാസങ്ങളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ഏത് ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും അത് സൃഷ്ടികളെ കുറിച്ചുള്ള പഠനം. ആ സൃഷ്ടികളെ കുറിച്ചുള്ള പഠനം യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടാവിലേക്കാണ് എത്തിക്കുക, അള്ളാഹുവിലേക്കാണ് എത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മാത്രമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ആ കാര്യം പോലും നമ്മളെ വിലക്കുന്നില്ല. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ നിനക്കൊരു ഓഹരി ഉണ്ട്, ആ ഓഹരി നീ എടുത്തോ എന്നാണ് അള്ളാഹ് പറയുന്നത്. പക്ഷേ ദാറുൽ ആഖിറത്തിൽ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിനു വേണ്ടിയാണ് നീ ആഗ്രഹം ജനിച്ച് അതിന്റെ പിന്നാലെയാണ് പോകേണ്ടത്. ഒരാളുടെ ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യം അത് ഭൗതികതയായി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുക, അള്ളാഹു അവന്റെ താല്പര്യങ്ങളെ, ലക്ഷ്യങ്ങളെ നിറവേറ്റി കൊടുക്കൂല എന്നാണ്. അവന്റെ കൺമുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഖ്ർ കൊടുക്കുന്ന, ദാരിദ്ര്യം കൊടുക്കുന്നതാണ്. അവന് കുറേ പ്രശ്നങ്ങളുടെ നടുവിലാക്കി അള്ളാഹു അയാളെ കൊണ്ടുപോയാക്കി കൊടുക്കും. അതാണ് പ്രശ്നം. ആഖിറമാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിലോ ആ ലക്ഷ്യത്തിന്റെ മുമ്പിൽ അള്ളാഹു എന്തെല്ലാം തടസ്സങ്ങളുണ്ട് അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്യും. അവന്റെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ നിന്ന് തട്ടി മാറ്റും. എല്ലാ കാര്യങ്ങളും അവൻ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. അവന് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ ലക്ഷ്യം നമ്മുടേത് പരലോക വിജയമാകുക എന്നത് മുഖ്യമായ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാനായി ആദ്യമായി തെരഞ്ഞെടുത്ത വചനം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്നതാണ്. വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് തന്നെ. മനുഷ്യരെ രണ്ട് വിഭാഗങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ അതിനിടയിലുള്ള വേർതിരിവ് എന്താണ്? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അത് രണ്ടും രണ്ടാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും രണ്ടും രണ്ടാണ്. മനുഷ്യനെ രണ്ടാക്കി മാറ്റുന്ന ഒരു സുപ്രധാനമായ ഘടകമാണ്, മനുഷ്യനെ രണ്ടാക്കി മാറ്റുന്ന സുപ്രധാന ഘടകമാണ് അറിവ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. അള്ളാഹുവിനെ യഥാർത്ഥമായി ഭയപ്പെടുക ആരാണ്? അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉലമ ആണ്, അറിവുള്ള ആളുകളാണ്. അറിവില്ലാത്ത ഒരാൾ, ദീനിനെ കുറിച്ച് തീരെ ബോധമില്ലാത്ത ഒരാൾ, അയാൾ അയാളുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. തെറ്റുകൾ ചെയ്യുന്നിടത്ത് അയാൾക്ക് ഗൗരവം ഉണ്ടാവില്ല, തിന്മയെക്കുറിച്ച് അയാൾക്ക് ബോധ്യം ഉണ്ടാവില്ല. എല്ലാവരും നന്മകളെക്കുറിച്ച് ചോദിച്ചു എന്നാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിന്മയെക്കുറിച്ചാണ് ചോദിച്ചത്. എന്തിനാ ഞാൻ തിന്മയെക്കുറിച്ച് ചോദിച്ചത്? ആ തിന്മയിൽ നിന്ന് എനിക്ക് വിട്ടുനിൽക്കാൻ. ഒരു കവി പാടുന്നത് അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ തവഖീഹി. ഞാൻ ഷർറുകൾ എന്തൊക്കെയാണ്, തിന്മകൾ എന്തൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞു. അതെന്തിനാ? അതാ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ആ തിന്മയിൽ നിന്ന് എനിക്ക് വിട്ടുനിൽക്കാൻ വേണ്ടിയാണ് എന്നാണ്. എനിക്കത് ഗൗരവത്തോടു കൂടി അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിക്കണം എന്നാണ്.
വിദ്യാഭ്യാസം തെരഞ്ഞു നടക്കുന്ന രക്ഷിതാക്കൾ ഇന്നിപ്പോ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിച്ച ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. ഒരു വിദ്യാഭ്യാസത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്ന സമയത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിനാകാം, അതിനുവേണ്ടി നമുക്ക് മക്കളെ പറഞ്ഞയക്കാം, അതിന് പറഞ്ഞയക്കണം, അവര് വിവരമുള്ളവരാകണം, അതിലൊന്നും സംശയമല്ല. പക്ഷെ അവിടെയും അവരുടെ പരലോകത്തിന് അത് നഷ്ടമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ പ്രാധാന്യപൂർവം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും വിദ്യാർത്ഥികളെക്കാൾ അധികം രക്ഷിതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച വിദ്യാലയം ഏതാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, മികച്ച കലാലയം ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ, ദേശീയ നിലവാര നിർണയിക്കുന്ന സമിതികൾ അതിന് A+, ഒക്കെ കൊടുത്ത സ്ഥാപനമാണ് എന്നാണോ നോക്കുന്നത്? കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അവിടെ എത്ര LSS, എത്ര USS, അവിടെ NMMS എത്ര കുട്ടികൾക്ക് കിട്ടി, അതാണോ നോക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ അവിടെ പ്ലേസ്മെന്റ് കൂടുതലുള്ളത് ഏതാണ് എന്നാണോ നോക്കുന്നത്? നിലവാരം കൂടിയത് ഏതാണ് എന്നാണോ നോക്കുന്നത്? ഇതൊക്കെ നമ്മൾ നോക്കേണ്ട തന്നെയാണ്, നോക്കണ്ടെന്നല്ല പറയുന്നത്. ഏത് വിദ്യാഭ്യാസ സ്ഥാപനവും, ഏത് വിദ്യാലയവും, ഏത് കലാലയവും തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ വിശ്വാസി എന്ന നിലക്ക് നാം ചിന്തിക്കേണ്ട ചില പോയിന്റുകളുണ്ട്. മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിന്റെ മുമ്പായി നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ മകൻ, നമ്മുടെ മകൾ അവിടെ ദീന് ശരിയായി സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നതാണ് നമ്മുടെ മുഖ്യ പരിഗണന. കാരണം എന്താ? ഭൗതികമായി എത്ര മനുഷ്യൻ ഉയർന്നാലും, എത്ര അവൻ വളർന്നാലും, എത്ര സമ്പാദിച്ചാലും, എത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ, പരലോകമാണ് ഉത്തമം, അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്. അപ്പൊ ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുമ്പോഴും അതൊരിക്കലും എന്റെ പരലോകത്തിന്, അവന്റെ പരലോകത്തിന് നഷ്ടമാകരുത് എന്ന ഒരു ഗൗരവത്തിലുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ അറിവാണ് അവന് യഥാർത്ഥത്തിൽ ഉപകാരപ്പെടുക. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കേണ്ടി വരും? അവിടുത്തെ ഭൗതികമായ നേട്ടങ്ങൾ, മെച്ചങ്ങൾ, അവിടുത്തെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ചുള്ള മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ, അത് മാത്രമാവില്ല നോക്കേണ്ടി വരിക. മതപരമായ ഒരു ജീവിതം അവിടെ നയിക്കാൻ കഴിയും. ഇപ്പോ യൂണിഫോം ആണെങ്കിൽ പിന്നെ അതിൽ പാൻറ്റും ഒരു ഷർട്ട് രൂപത്തിലുള്ള സംഗതിയാണെങ്കിലും അത് പെൺകുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന ധാരണയിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ? അങ്ങനെ പറ്റുമോ? അപ്പൊ അവിടെ യൂണിഫോം അതല്ലേ, അതാവുമ്പോ കുഴപ്പമില്ല. എന്താ അതുകൊണ്ടുള്ള പ്രശ്നം? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആൺവേഷം ധരിക്കുന്ന പെണ്ണിനെയും പെൺവേഷം ധരിക്കുന്ന ആണിനെയും ശപിച്ചിരിക്കുന്നു. അപ്പൊ ഒന്ന് ശാപം കിട്ടും. നമ്മളെ കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ വൈകുന്നേരം വീട്ടിലെത്തുന്നത് വരെ ശാപം കിട്ടും, ശാപം കിട്ടും. അത് ഏതെങ്കിലും ലോക്കൽ മനുഷ്യന്മാരെ ശാപമല്ല കിട്ടണം, അള്ളാന്റെ റസൂലിന്റെ ശാപ കിട്ടണം. അപ്പോ വേഷം എന്താണ്? യൂണിഫോം എന്താണ്? യൂണിഫോം ആണെങ്കിൽ പിന്നെ അത് നെരിയാണിക്ക് താഴെ ആയാലൊന്നും കുഴപ്പമില്ല എന്ന് വിദ്യാർത്ഥികൾ വിചാരിക്കാൻ പാടില്ല. യൂണിഫോം ആണെങ്കിലും നെരിയാണിക്ക് മുകളിലാണ്. എന്റെ ഇപ്പൊ നെരിയാണിക്ക് മുകളിൽ തന്നെ വസ്ത്രം ധരിക്കണം എന്ന്, നെരിയാണിക്ക് താഴെയായ എന്താ കുഴപ്പം? അത് അള്ളാഹ് അങ്ങനെ പറഞ്ഞത്, റസൂൽ അങ്ങനെ പറഞ്ഞത് അല്ലേ? അതിൽ നമുക്ക് അതിന്റെ യുക്തി അന്വേഷിച്ചു പോയി അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തി അത് തെളിഞ്ഞാൽ മാത്രം ഞാൻ സ്വീകരിക്കുക എന്ന് വിചാരിക്കണതിൽ അർത്ഥമല്ല. എന്താ ഒരു പെൺകുട്ടി പാന്റ് ധരിച്ചാൽ, ഇനിയിപ്പോ വലിയിരുന്നാക്കുള്ള ഡ്രസ്സുകളൊക്കെ രക്ഷിതാക്കൾ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും, ചില ആളുകളൊക്കെ എടുക്കാൻ പോവുകയായിരിക്കും. മിക്ക വീടുകളിലും, ഞാൻ ഈ ഇരിക്കുന്ന ആളുകളുടെ വീടുകളിലുണ്ട് എന്നല്ല പറയുന്നത്, മിക്ക മുസ്ലിം വീടുകളിലും രക്ഷിതാക്കൾ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസം, പെൺമക്കൾ പാൻസ് വേണം എന്നതിൽ വാശി പിടിക്കുന്നു എന്നാണ്. പാൻസ് വേണം, പാൻസ് ധരിക്കണം. മിക്ക കലാലയങ്ങളിലും ട്യൂഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളെ, യൂണിഫോം ഇല്ലല്ലോ ട്യൂഷൻ സെന്ററിൽ, അവിടുന്ന് ഇറങ്ങി വരുന്ന കുട്ടികളെ നോക്കിയാൽ കാണാം എല്ലാം തന്നെ പറയാം, മിക്കതും ജീൻസ് പാന്റ് ധരിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ എന്താ ഈ ജീൻസ് പാന്റ് പെൺകുട്ടികൾക്ക് ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്താ? ഒരു പുരുഷ വേഷമാണത്. മാത്രല്ല, എന്താ ആണിനും പെണ്ണിനും വേഷത്തിൽ വ്യത്യാസമില്ലെങ്കിൽ എന്താ പറ്റുക? ജെൻഡർ ന്യൂട്രലായ വേഷമാണെങ്കിൽ എന്താ സംഭവിക്കുക? വളർന്നു വരുന്ന തലമുറക്ക് ആൺ പെൺ വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത തലമുറ ഉണ്ടാവും. ഞാൻ വെറുതെ തള്ളിവിടല്ല. പാശ്ചാത്യ നാടുകളിൽ
20% കുട്ടികൾക്ക് അവർക്ക് ഞാൻ ആണാണോ പെണ്ണാണോ എന്നറിയാത്ത 20% കുട്ടികളുണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ. അവിടെ ആണ് പെണ്ണ് എന്ന് പറഞ്ഞ വ്യത്യാസമൊന്നും എല്ലാവരും ഒരേ മാതിരിയാണ് എന്ന കണ്ടീഷനിലെടുത്ത് ഈ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അറിയാത്ത അവസ്ഥ വരും. എന്തുണ്ടെങ്കിൽ ഈ വേഷത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമില്ലെങ്കിൽ, വളർത്തുന്ന കാര്യത്തിൽ രണ്ട് രൂപത്തിൽ വളർത്തിയില്ലെങ്കിൽ അനീതി കാണിക്കണം എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു വചനത്തിൽ നമുക്ക് കാണാം, വലൗ കുൻതു ഉഫദ്ദിലു അഹദൻ ലഫദ്ദൽതു നിസാ. എന്തെങ്കിലും ഒരു തരത്തിൽ സമ്മാനം കൊടുക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു അധികം കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ സ്ത്രീകൾക്ക് അധികം കൊടുക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കിടയിൽ കുട്ടികൾക്കിടയിൽ സമ്മാനം കൊടുക്കുമ്പോൾ വേർതിരിവ് പാടില്ല എന്ന്. എന്തെങ്കിലും തരത്തിൽ പറ്റുമായിരുന്നെങ്കിൽ പെൺകുട്ടികൾക്ക് അധികം കൊടുക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വേർതിരിവ് ഒരു കാരണവശാലും പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ വളർത്തുന്ന രീതി ഒരേപോലെയാണ്, ആണും പെണ്ണും ഒരേമാതിരി വളർത്തണം എന്നാണ് ചില പാരന്റിങ് ക്ലാസ്സുകളിലൊക്കെ രക്ഷിതാക്കൾക്ക് ക്ലാസ് കിട്ടുക. അല്ല, ആണും പെണ്ണും ഒരേമാതിരിയല്ല. നമ്മളോട് ഇങ്ങനെ പറഞ്ഞുതരും, പാരന്റിങ് ക്ലാസ്സിൽ പറഞ്ഞുതരും. എന്താ പെൺകുട്ടിയൊക്കെ എന്താ കളിക്കാൻ സാധനം വാങ്ങിക്കൊടുക്കല്? കിച്ചൺ സെറ്റ്. ആൺകുട്ടിയൊക്കെ എന്താ കളിക്കാൻ സാധനം വാങ്ങിക്കൊടുക്കല്? ഡോക്ടർ സെറ്റ്. കണ്ടോ, അവിടെ തന്നെ വിവേചനം, അവിടെ തന്നെ വിവേചനം. അത് വലിയ എന്തോ പ്രശ്നമാണ്. ആൺകുട്ടികളെ മഗ്‌രിബിന് ശേഷം പറഞ്ഞേക്കും, പെൺകുട്ടികളെ മഗ്‌രിബിന് ശേഷം പറഞ്ഞേക്കൂല. അപ്പൊ അതെന്തോ നമ്മളെന്തോ ചെയ്യണ അനീതിയാണ്. ആണും പെണ്ണും വ്യത്യാസമുണ്ട്, അത് വളർത്തുന്നിടത്തും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ബാക്കിയുള്ളവർ പേടിപ്പിക്കുന്നതനുസരിച്ച് ഇങ്ങനെ പേടിച്ചു മാറി കൊടുക്കണ്ട. രണ്ടും രണ്ടായി തന്നെയാണ് വളർത്തേണ്ടത്. അനീതി കാണിക്കരുത്. ആൺകുട്ടിയൊക്കെ കൂടുതൽ കൊടുക്കുക, പെൺകുട്ടിയൊക്കെ കുറവ് കൊടുക്കുക, അതില്ല. തുല്യമാകണം. ആവശ്യമുള്ളത് എല്ലാവർക്കും കൊടുക്കണം. ഹദിയ കൊടുക്കുമ്പോ, സമ്മാനം കൊടുക്കുമ്പോ തുല്യാകണം. മറ്റവനക്ക് ഫീസ് 25,000 ഇവൻക്ക് ഫീസ് ഉള്ളത് 2,500. അത് അനീതിയല്ല, അത് ആവശ്യത്തിനുള്ള കൊടുക്കല. സമ്മാനം കൊടുക്കുന്നിടത്ത് നീതിപൂർവമാകണം എന്നാണ്. ക്യാമ്പസിൽ നിന്ന് പോയി വരാൻ പള്ളി അടുത്തുണ്ടോ? ളുഹ്ർ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ? അസർ എവിടുന്നാ നിസ്കരിക്കുക? അല്ലെ, അതിനൊക്കെ ഉത്തരം ഉണ്ടാവണം. വിദ്യാഭ്യാസ സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ജുമാക്ക് പോകാൻ കഴിയൂല, ആൺകുട്ടിയാണ്, ഇങ്ങോട്ട് ജുമാക്ക് പോകാൻ കഴിയില്ല, ദൂര സ്ഥലത്താണ്, തമിഴ്നാട്ടിന്റെ അങ്ങേ അറ്റത്താണ്, ജുമാക്ക് പോകാനൊന്നും കഴിയില്ല. അപ്പൊ ജുമാക്ക് പോകാതെ ഒരു കൊല്ലം മുഴുവൻ ഓന് വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചിട്ട് എന്താ കാര്യം? വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ കഴിയാത്ത മുസ്ലിം എന്ന് പറഞ്ഞാൽ ഓന്റെ കഥ എന്താ? അപ്പൊ അത് നോക്കണം, ജുമാക്ക് പോകാൻ കഴിയുന്നുണ്ടോ? നിസ്കാരം അവർക്ക് ഇനി ഹോസ്റ്റൽ മുറിയിൽ നിർവഹിക്കാനുള്ള അവസ്ഥ ഉണ്ടോ? നോക്കണം, നമ്മൾ സെലക്ട് ചെയ്യണം. എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസിൽ വലിയ സ്ഥാനം കിട്ടി, സന്തോഷം. ഉമ്മത്തിലെ കുറെ ആളുകൾ അങ്ങനെ വലിയ റാങ്ക് കിട്ടി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തണം. വലിയ പൈസ കൊടുത്ത്, ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ അവരെ കൊണ്ടുപോയി പഠിപ്പിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അത് കുറഞ്ഞു പോകുന്നുണ്ട്. കുറെ നഷ്ടങ്ങളുണ്ട്, പലിശക്ക് പൈസ എടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. ഒക്കെ അപകടങ്ങൾ തന്നെയാണ്. ആ അപകടങ്ങളെക്കാളൊക്കെ നല്ല എൻട്രൻസിൽ മികച്ച വിജയം നേടി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്തൽ തന്നെയാണ്. അങ്ങനത്തെ മിക്ക സ്ഥാപനങ്ങളിലും സ്ഥാപനത്തിന്റെ അകത്ത് ഇത്തരം മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിക്കാനുള്ള അനുവാദം നൽകുന്ന സ്ഥാപനങ്ങളാണ്. തൊട്ടടുത്ത് മതകേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളാണ്, പള്ളികളുള്ള സ്ഥലങ്ങളാണ്. അത് നമ്മൾ നോക്കണം എന്നാണ്. സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അത് അന്വേഷിക്കണം. ഇസ്ലാമികമായ വസ്ത്രധാരണ രീതി അംഗീകരിക്കുന്ന സ്ഥാപനമാണോ? മക്കളെ പറഞ്ഞയക്കുമ്പോ അവരുടെ ദീൻ ശരിയായി കീപ്പ് ചെയ്യുന്നതിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടായിരിക്കണം പറഞ്ഞേക്കേണ്ടത്. എൻ്റെ ഒരു കൂട്ടുകാരൻ അയാൾ പറഞ്ഞത്, എൻ്റെ അമ്മ എൻ്റെ സ്ഥാപനത്തിലേക്ക്, ഞാൻ ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ വേണ്ടി പോയപ്പോ എഞ്ചിനീയറിങ്ങിന് പറഞ്ഞയച്ചപ്പോ അമ്മ എന്നോട് പറഞ്ഞ 2 കാര്യം. 1, മദ്യപിക്കരുത്, 2 പ്രേമിക്കരുത് എന്നാണ്. ഉമ്മ പറഞ്ഞ 2 കാര്യം ഞാൻ അനുസരിച്ചു എന്ന് അവൻ പറയാണ്. സത്യമാണ്, അവൻ അനുസരിച്ചും ചെയ്തു. അവൻ പ്രേമിക്കാനും പോയിട്ടില്ല, അവൻ മദ്യപിക്കാനും പോയിട്ടില്ല. അത് നല്ല ചില ഉപദേശങ്ങളാണ്. പുതിയ കാലത്ത് അതിനപ്പുറമുള്ള നല്ലതായ ഉപദേശങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന കാര്യന്റെ കുട്ടി ചെയ്യരുത് ഉമ്മാര് പറയണം, വാപ്പാര് പറയണം. അത് സ്നേഹത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രത്യേകം ജാഗ്രത കാണിക്കണം. പലതരത്തിലുള്ള ഫാഷനുകൾക്ക് അടിമപ്പെടുന്ന ഒരു കാലാണ്.
അതിന്റെ അപകടം എന്താന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപകടം എന്താന്ന് ഞാൻ ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടമുള്ള വേഷം ധരിക്കാം എന്നതാണ് ഇന്നത്തെ കാലത്തിന്റെ ഒരു ആശയം. ഓരോരുത്തർ എന്താ ചെട്ടോട്ടെ, നമ്മളൊന്നും അതിൽ ഭയങ്കര നിയമം നിബന്ധന ഒന്നും പറയാൻ പോണ്ടാന്ന് അല്ല. നമുക്കത് പറ്റൂലല്ലോ, ഇഷ്ടമുള്ള ധരിക്കാൻ പറ്റൂലല്ലോ. മഫ്ത ധരിക്കണം, അത് മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം, അത് സ്ത്രീയോടുള്ള കൽപ്പനയാണ്. അത് മാറിടത്തിലേക്ക് താഴ്ത്തിയിടുന്ന മുഖമക്കനെയാണ് ഉണ്ടാവേണ്ടത്. അത് കൽപ്പനയാണ്, അത് നിർബന്ധമായി പാലിക്കേണ്ട കൽപ്പനയാണ്. അല്ലേ? പുരുഷന്മാരുടെ വസ്ത്രത്തിൽ നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം അത് നരകത്തിലാണ്. അതും അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയാണ്, നിർബന്ധമായി പാലിക്കേണ്ട കൽപ്പന. ഫാഷൻ അങ്ങനെയാണ്, ട്രെൻഡ് അങ്ങനെയാണ്, ആളുകളൊക്കെ അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. ഇറുകിയതാണ്, പറ്റൂല. നേരിയതാണ്, പാടില്ല. ഉള്ളിൽ ധരിച്ചത് എന്താണെന്ന് ഒട്ടി നിൽക്കുന്ന ശരീരത്തോട് അതിന്റെ വലുപ്പവും ആകൃതിയും ഒക്കെ കാണിക്കുന്നതാണ്, ധരിക്കാൻ പാടില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞാൻ മരിച്ച് എന്നെ കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്റെ കഫൻ തുണിക്ക് മുകളിൽ നിങ്ങളൊരു തുണി വിരിക്കണം. അതെന്തിനാ? എന്റെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ആ വസ്ത്രത്തിന്റെ ഭാഗം പോലും മറ്റുള്ള പുരുഷന്മാർ കാണരുത്. ഒട്ടിക്കണ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന്. എല്ലാവരും ധരിക്കുന്നുണ്ട്, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്, കോസ്മെറ്റിക്സ്. അപ്പൊ എന്താ നമ്മൾ കോസ്മെറ്റിക്സ് ഉപയോഗിക്കാത്തത്? എന്റെ മകൾ ഉപയോഗിക്കാത്ത എന്താ? എന്റെ ഭാര്യ ഉപയോഗിക്കാത്ത എന്താ? എന്റെ പങ്ങൾ ഉപയോഗിക്കാത്ത എന്താ? ഇനി നമുക്ക് ഉത്തരണ്ട്. എന്തേ നമ്മളാരും കോസ്മെറ്റിക് ഉപയോഗിക്കാത്തത്? കുറെ പൈസ ആയതുകൊണ്ടാ? ഭയങ്കര സാമ്പത്തിക നഷ്ടമായതുകൊണ്ടാ? അല്ല, നമുക്ക് നമ്മളെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞാൻ അത്യാവശ്യം സൗന്ദര്യമുള്ളവളാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തത്. ഞാൻ അത്യാവശ്യം ചൊറുക്കുള്ള ആളാണ്, എനിക്ക് ചൊറുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ഇന്നെ പടച്ചിടത്ത് ഒരു പോരായ്മയില്ല. പോരായ്മ ഉണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരെ തേച്ച് നടക്കണതേ, അതാ നമ്മളെ നിലപാട്. അപ്പൊ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അത് ഓലൊക്കെ ഉപയോഗിച്ച് നടക്കുമ്പോ എനിക്ക് കുറവില്ല, ഓൾക്ക് കുറവുണ്ട്. ആ പോയിന്റാണ് നമ്മളെ മനസ്സിലുണ്ടാവുന്നത്, നമ്മളെ മക്കളെ മനസ്സിലും അതാണ്ടാവുന്നത്. ഓലൊക്കെ എന്താ ധരിച്ചു പോണത്? ഓലൊക്കെ ഈ സിനിമാ നടന്മാരുടെ അടിമകളാണ്, സിനിമാ നടിമാരുടെ അടിമകളാണ്. കുറെ വെബ് സീരീസിൽ കുറെ ആൾക്കാരുണ്ട്, ഓലമാതിരി ആകാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുക. ആഗ്രഹം പൂർത്തിയാകുവോ? ആകൂല. അവരൊക്കെ ഗ്ലാസി സ്കിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേച്ച് നടക്കുന്നത്. കൊറിയക്കാർക്ക് ഗ്ലാസി സ്കിൻ ഉണ്ടാവും, അതിന്റെ TV ചാനലിന്റെ മുമ്പിൽ വരുന്ന ആൾക്കാർക്ക് ഗ്ലാസി സ്കിൻ ഉണ്ടാവും. അതിനു വേണ്ടി വലിയ വില കൂടിയ കോസ്മെറ്റിക്സ് ഓല് ഉപയോഗിക്കുന്നുണ്ടാവും. എന്റെ കുട്ടിക്ക് അത് ഉണ്ടാവില്ല കേട്ടോ. ആരാ ഉണ്ടാവില്ല എന്ന് പറയണത്? വിവരമില്ലാത്ത ഞാനുങ്ങളുമാണോ? അല്ല, ഇത് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ പറയാണ്, ഇത് എത്ര ഉപയോഗിച്ചിട്ടും കാര്യമില്ല, ആ സ്കിന്നിലേക്ക് നിങ്ങളെ സ്കിൻ ആവൂല, പിന്നെ എന്തിനാ ഉപയോഗിക്കണം? അപ്പൊ മനസ്സിൽ അപകർഷതാബോധമുള്ള ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള പോയിന്റ് നമ്മുടെ പെൺകുട്ടികൾക്ക് മനസ്സിലാവണം. സ്ത്രീകൾക്ക് കാൽപാദം കാണുന്ന രൂപത്തിലുള്ള വേഷം ധരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ടോ? ഇല്ല. യൂണിഫോം പിന്നെ നീളം കുറച്ചടിച്ചിട്ടുണ്ടാവും കുട്ടി. അപ്പൊ ബാപ്പ എന്താ ചോദിക്കണ്ട? എന്റെ കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം അത് ചെറുതായിക്കണം, എന്താ ചോദിക്കണം. അപ്പൊ ഇത് ചെറുത് എന്നപ്പോ എന്താ ചെയ്യാം? നമുക്ക് പുതിയത് അടിക്കാം. പുതിയത് അടിക്കണ്ട, ഒളിക്കൊല്ല അടിച്ചതന്നെക്കാരം, നീളം കുറച്ചടിച്ചതായിക്കാരം. ചോദിക്കണം മക്കളോട്, ഉമ്മാര് പറഞ്ഞു കൊടുക്കണം, വാപ്പാര് പറഞ്ഞു കൊടുക്കണം. അതേ, ഈ ആണുങ്ങളെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ ഈ നഗ്നത കാണുന്നത് വലിയ ഇഷ്ടമാണ് ഓൽക്ക്. അതുകൊണ്ട് അതിങ്ങനെ നോക്കും. എന്റെ കുട്ടിനെ പോലും നോക്കുമ്പോ ഭയങ്കര ഇടങ്ങാറാണ്. എങ്ങനെയാണോ ഓൽക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുക, അതിന്റെ ഇടങ്ങേറ് പ്രയാസം എങ്ങനെയാണോ ബോധ്യപ്പെടുക. ഇത് കാണുന്നതിലൊക്കെ ഒരു സുഖം കിട്ടുന്നുണ്ട്. ആ സുഖത്തിന് എന്റെ കുട്ടി നിന്ന് കൊടുക്കരുത്. അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുന്ന ഒരു പെണ്ണ്, സ്പ്രേ അടിച്ചു പുറത്തിറങ്ങുന്ന ഒരു പെണ്ണ്, അവൾ മറ്റു പുരുഷന്മാരോട് പറയണത് ഇങ്ങോട്ട് നോക്കി, ഞാൻ അതിൽ പോകുന്നുണ്ട് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഇങ്ങോട്ട് നോക്കി പറഞ്ഞാല് പുരുഷന്റെ സ്ത്രീയുടെ ശരീരത്തിലേക്കുള്ള നോട്ടം വ്യഭിചാരാണ്, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പുറത്തിറങ്ങുന്ന സ്ത്രീ ചെയ്തത് വ്യഭിചാരമാണ്. അപ്പൊ എന്റെ കുട്ടീനെ ബാക്കിയുള്ളവർ വ്യഭിചരിക്കണ എനിക്ക് ഇഷ്ടമല്ല. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ക്യാമ്പസിലേക്ക് പോകുമ്പോൾ, ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ മതമൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാം അനുവദിച്ച ലൈംഗികത പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗികതയാണ്. സ്ത്രീയും തമ്മിലുള്ള ലൈംഗികത ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഹോസ്റ്റലിൽ അത്തരം പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും, ആണും തമ്മിലും പെണ്ണും തമ്മിലൊക്കെ. അതുകൊണ്ട് ഈ ദുനിയാവിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് ബോധം ഉണ്ടാവണം.
ആഖിറത്തുള്ള പ്രശ്നം എന്താ? ഇതെനിക്ക് പ്രശ്നമല്ല, അതൊക്കെ എനിക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്നതോടുകൂടി അയാൾ കുഫറിലായി, കാഫറായി. എല്ലാരെ തോന്നലും അനുസരിച്ച് ജീവിക്കാൻ അനുവദിച്ചാൽ ചില ആളുകൾക്ക് ചെന്നായയാണെന്ന് തോന്നും. അപ്പൊ ചെന്നായാന്ന് തോന്നുന്ന ആൾ ഇവിടെ കടിച്ചു കയറാൻ വരാൻ പറ്റുമോ എന്ന് ചോദിക്കണം മക്കള്, അല്ലെ? പർദ്ദയും മഫ്തിയൊക്കെ കിട്ടിയ കുട്ടികളെ ഉമ്മച്ചി കുട്ടികൾ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് ഓല് പറയുന്ന ഡയലോഗുകൾക്ക് ഭയങ്കര സ്വീകാര്യത ഉണ്ടാവും. ഓല് നല്ല സ്ട്രോങ് ഡയലോഗുകൾ പഠിക്കണം മക്കള്. അപ്പൊ അത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം, അത് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും അവിടെ കൃത്യമായ നിലപാടുകളോടുകൂടി ജീവിക്കാൻ ആവശ്യമായ മൂല്യം പകർന്നു കൊടുക്കണം. എവിടുന്ന് പകർന്നു കൊടുക്കണം? അത് മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കിട്ടണം. മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടം മദ്രസ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കാണ്. അതിന് എത്ര നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലും വളരെ നേരത്തെ മദ്രസ അവസാനിപ്പിച്ചു പോകുന്നത് ഗൗരവമായിട്ട് കാണണം. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നല്ല നിലവാരമുള്ള മതവിദ്യാഭ്യാസം നൽകുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാവും കേട്ടോ, ഞാൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെയാണെങ്കിൽ പിന്നെ അത് മതിയാവും. മദ്രസയെ ഒരു നിസ്സാരമായി കാണുന്ന അവസ്ഥയിൽ നിന്ന് പറ്റൂല. നോക്കൂ, മതവിജ്ഞാനം ചെറുപ്പത്തിൽ തന്നെ കൊടുക്കണേന്റെ ഇതെന്താന്ന് ചോദിച്ചാൽ കുറെ യുക്തി ചിന്തകൾ, യുക്തി കൊണ്ട് മതത്തെ വിലയിരുത്തുന്ന ചിന്തകൾ, അതൊക്കെ കേൾക്കണതിന്റെ മുമ്പ് ഇതൊക്കെ മനസ്സിൽ ഉറക്കണം. അള്ളാഹു എന്ന് പറഞ്ഞ ആരാന്ന് ശരിക്കും മനസ്സിലാവണം. എന്നോട് വലിയ ഇഷ്ടമാണ് എന്റെ റബ്ബിന് എന്നുള്ള അറിവ് കിട്ടണം. മുഹമ്മദ് നബി എന്ന് പറഞ്ഞത് അവസാനമായി വന്ന നബിയാണെന്ന് മനസ്സിൽ ബോധം ഉറക്കണം. പരലോകമുണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് മനസ്സിലാവണം. കുറച്ച് കഴിഞ്ഞാല് ചോദിക്കും, പരലോകത്ത് പോയി മടങ്ങി വന്ന ഏതെങ്കിലും ഒരാളെ കാണിച്ചു തരുമോ? എന്നാ ഞാൻ പരലോകത്തെ വിശ്വസിച്ചാളാ. ആരാ ചോദിക്കുക? നമ്മളെ കുട്ടി ചോദിക്കും. പരലോകത്ത് പോയി തിരിച്ചു വന്ന ഒരാള് നമ്മളോട് പറഞ്ഞിക്കണോ പരലോകം ഉണ്ട്? നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിക്കണ് അല്ലെ? പരലോകത്ത് പോയി സ്വർഗനരകങ്ങൾ കണ്ട്, പരലോകത്ത് പോയി മരിച്ചു കഴിഞ്ഞാൽ വരാനുള്ള അതിനെ പറ്റിയല്ല പറഞ്ഞത്, സ്വർഗനരകങ്ങൾ കണ്ട് മടങ്ങി വന്ന അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സ്വർഗം ഉണ്ട് കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ ഇനി നമുക്ക് ഉത്തരമുണ്ട്. നമ്മുടെ ആദ്യ ഉത്തരം അതല്ല. എന്താ നമ്മുടെ ആദ്യ ഉത്തരം? നമുക്ക് QHLS ക്ലാസ്സിൽ കിട്ടണം. നമ്മളത് QHLS ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവണം. നമ്മളത് പിന്നെ ഇസ്ലാം വിമർശകർക്ക് മറുപടി പറയുന്ന ഡയലോഗുകളിൽ നിന്ന് നമ്മളത് പഠിച്ചിട്ടുണ്ടാവണം. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥാണ്. അത് അള്ളാന്റെതാന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ തെളിവുകൾ ഞാൻ വേറെ പറഞ്ഞുതരാം. ആ തെളിവുകൾ നമുക്ക് വേറെ പഠിക്കണം. നമ്മള് ആ ഖുർആനിൽ പറഞ്ഞ ഒന്നും തെറ്റില്ല. ആ ഖുർആനിൽ പറഞ്ഞതാണ് ഈ ജീവിതത്തിന് അപ്പുറം ഒരു ലോകമുണ്ട്. അതുകൊണ്ട് അതും തെറ്റല്ല. അതാ നമ്മളെ മറുപടി. ഖുർആൻ അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ് എന്നത് തെളിവുകൾ സഹിതം ഓരോ വിശ്വാസിക്കും അറിവുണ്ടാകണം. അപ്പൊ അവന് പരലോകമുണ്ട് എന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ വളരെ നിസ്സാരമായി കഴിയും. അല്ലാതെ വേറെ കുറെ ന്യായങ്ങൾ പറഞ്ഞതുകൊണ്ട് ചിലപ്പോ പരലോകം ബോധ്യപ്പെട്ടുകൊള്ളുന്നില്ല. പരലോകത്തിന്റെ ആവശ്യകതയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ ഭൂമിയിൽ എല്ലാവർക്കുമുള്ള ശിക്ഷ നടപ്പിലാക്കാൻ കഴിയൂല, എല്ലാവർക്കുമുള്ള കൂലി കൊടുക്കാനും കഴിയില്ല. ലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യന്മാരുണ്ട്. ആ നന്മകൾ ചെയ്ത മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഇവിടെ സുഖജീവിതം കിട്ടിയിട്ടുണ്ടോ? കഷ്ടപ്പാടുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് എവിടെയാണ് സുഖം കിട്ടുക? അത് പരലോകത്തെ കിട്ടുള്ളൂ. അത് അതിന്റെ ആവശ്യകതയാണ്. ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്ന കുറെ ന്യായങ്ങളും തെളിവുകളും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ പരലോകം സത്യമാണ് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ അത് പ്രമാണങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. കുട്ടികൾക്ക് അവരോട് ചോദ്യം വരുന്ന ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരങ്ങൾ പറയാൻ കഴിയണം. അതിനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം മദ്രസ കാലഘട്ടത്തിൽ തന്നെ കൃത്യമായി കിട്ടണം. അതിപ്പോ വെക്കേഷനിൽ ഖുർആൻ മാത്രമേ ഉള്ളൂ, റമളാനിൽ ഖുർആൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലപ്പോൾ മദ്രസ മിസ്സാക്കുക. എന്റെ ഖുർആൻ പഠിക്കൽ ചെറിയ കാര്യമാണ്. ഖുർആൻ വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. അല്ലെ? വറച്ചിലിൽ ഖുർആന തർത്തീല, അള്ളാന്റെ വചനാണ്. അല്ലെ? ഖുർആൻ പാരായണം ചെയ്യണം. അത് മനോഹരമായി നല്ല ശബ്ദത്തിൽ നല്ല ഈണത്തിൽ തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയാന്ന് പറഞ്ഞാൽ അവരാരാ? അവർ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അള്ളാന്റെ അത്യുന്നതരായ മലക്കുകളുടെ ഒപ്പം സ്ഥാനമുള്ള ആൾക്കാരാണ്, ഓലപ്പാണ്. എന്നാൽ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഓതി അടങ്ങാറാവണ അത്ര ജീവിതമൊന്നും അത്ര പഠിച്ചിട്ടില്ലാത്ത ആളുകൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഓതുക. മദ്രസയുടെ കാര്യം നന്നായി ശ്രദ്ധിക്കുക.
ചെറുപ്പത്തിൽ ഒരു 12 വയസ്സിന്റെ മുമ്പ് നമ്മൾ എങ്ങനെയാണോ മക്കളായി തീരേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി രക്ഷിതാക്കൾ ബോധ്യമുള്ളവരാവുകയും അവരെ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയും അതിനനുസരിച്ച് സംസാരങ്ങളിലൂടെ, കാഴ്ചകളിലൂടെ, അനുഭവങ്ങളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ കൈമാറുകയും ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഇൻഷാ അല്ലാഹ് മക്കളെ കൊണ്ട് സാധിക്കും. അത് കഴിഞ്ഞാലും പിന്നെ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും സാധിക്കും. ഏറ്റവും എളുപ്പം അതിന്റെ മുമ്പാണ്. അപ്പോ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ പേരക്കുട്ടികളുടെ കാര്യത്തിലായിരിക്കും നമുക്കത് ചെയ്യാൻ കഴിയുക. മക്കളുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളും ഉണ്ടാവും. അത് നല്ല ഗൗരവമായി ശ്രദ്ധിക്കുക. മതവിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന മേഖലയെ അത് നമ്മൾ ഗൗരവമായി കാണും. ഇപ്പോ ഒരു ദിവസം രാവിലെ മദ്രസ നഷ്ടപ്പെടും എന്നൊരു സാഹചര്യം ഉണ്ട്. നിർബന്ധമാണ് നഷ്ടപ്പെടൽ. അത് നഷ്ടപ്പെടുത്തണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ കാര്യം നടക്കുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ അതൊരു 3-4 തവണ പറഞ്ഞ് ഇന്നത്തെ മദ്രസ പോയി മദ്രസ ഇപ്പൊ ഒന്ന് പോകാൻ കഴിഞ്ഞില്ല എൻ്റെ കുട്ടിക്ക്. അതെന്തോ ഇവിടെ ഒരു ഭയങ്കര മദ്രസ പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എന്നുണ്ടാവണം. അത് പിന്നെ വാപ്പാര് ഗൾഫിലുള്ള രക്ഷിതാക്കളാണെങ്കിൽ, പിന്നെ ഞാൻ ഉമ്മാരാണെങ്കിൽ വിളിച്ചു ചോദിക്കണം, ഞാൻ വാപ്പാന്ന് വിളിച്ചു നോക്കട്ടെ, എന്താ ഇപ്പൊ കാട്ടുക. ഇങ്ങോട്ട് വാപ്പ പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട അങ്ങനത്തെ ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ. നമ്മളൊരു സ്ഥലത്ത് നിന്ന് യാത്ര കഴിഞ്ഞ് പിന്നെ അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, തലേന്ന് അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ നമ്മൾ പറയേണ്ടത് വെച്ചാൽ നാളത്തെ സ്കൂൾ ഇപ്പൊ കൊളാവൂല. അല്ല, നാളെ പെഞ്ഞിന്റെ കുട്ടിക്ക് മദ്രസ പോകാൻ കഴിയില്ലല്ലോ. ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോ വൈകുകയാണ്, 11 മണി ആകാൻ നേരായി, വേഗം വിടടാ വണ്ടി, മോനോട് പറയണ്ടാതാ, നേരത്തെ ഉറങ്ങിയിട്ടില്ല എന്റെ കുട്ടിക്ക് മദ്രസ പോകാൻ കഴിയൂല. അതെന്തോ ഒരു മദ്രസ പോകുക അതൊരു വലിയ കാര്യമാണ്. എന്റെ കുട്ടി പഠിച്ചിട്ടില്ല, നാളത്തെ ഖുർആൻ ഓതി പഠിച്ചിട്ടില്ല, ഇനിയിപ്പോ ചെന്നിട്ട് വേണം പഠിക്കാൻ, കണ്ടില്ലേ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യണത് കാട്ടുകൂടെയാണ് പോണത്. കുറേ നേരം കാടാണ്, മൂപ്പർക്കും അറിയാം കാടാണെന്ന്, എനിക്കും അറിയാം കാടാണ്. അപ്പൊ എന്നോട് മൂപ്പര് പറയാണ്, പിന്നെ മൗലവി പിന്നെ ഓതാനുള്ള സമയമായല്ലോ കുട്ടിക്ക്, നമ്മളൊന്ന് വേഗം പിടി, എവിടെയെങ്കിലും ഒന്ന് നമ്മൾ എത്തട്ടെ. ഞാൻ അതിന്റെ കുറച്ചു നേരത്തെ മൂപ്പരോട് പറഞ്ഞിട്ടുള്ളൂ 4 മണിക്കൂർ നമ്മള് കാട്ടുകൂടെ തന്നെ പോകാനുള്ളത്, റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ് എന്നൊക്കെ അതിന്റെ മുമ്പ് ഫോൺ വിളിക്കാനൊക്കെ പറഞ്ഞതാണ്. ഇങ്ങോട്ടും പറയാം, ഒന്ന് വേഗം പിടി, റേഞ്ച് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുമോ നോക്കുക. അത് കുട്ടിക്കുള്ളൊരു ഉത്ബോധനാണ്, ഒരു ബോധ്യപ്പെടുത്തലാണ്. അങ്ങനെ നമ്മുടെ മതവിദ്യാഭ്യാസത്തിന്റെ, ഖുർആൻ പാരായണത്തിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുക, ഹിഫ്ള് ചൊല്ലിക്കൊടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുക, മദ്രസ നഷ്ടപ്പെടുക, അതൊരു സീരിയസ് സിയാറി ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണത്തിന് പോകാം, അതാ നമ്മളെ പോയിന്റ്. അല്ലെങ്കിലോ കല്യാണപ്പരയ്ക്ക് എല്ലാവരും പോയിക്കണ്, പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ കല്യാണപ്പരയ്ക്ക് പോയിക്കണ്. വാപ്പ എന്ത് ചെയ്യണം, രാവിലെ അവിടുന്ന് കല്യാണപ്പരയിൽ നോലിയും കൊണ്ട് സിയാറിക്ക് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകണം. 1-2 വട്ടം അങ്ങനെ കാട്ടണം. അപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ്. സിയാറെ അങ്ങനെ പൈസ കുറച്ച് ചെലവാകും, വണ്ടിക്കൂലി കുറച്ച് പോകും. അല്ലെങ്കിൽ വൈഫിനെ നേരത്തെ പറഞ്ഞേക്കാം, ഞാൻ നേരത്തെ പോകാം, പെണ്ണുങ്ങൾ പറയും ചെയ്യാം, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് വരിട്ടോ. 7 മണിക്ക് പോയി, കുട്ടികൾ 8 മണി മുതൽ 9 മണി വരെ സിയാറിൽ ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് നമ്മൾ പോയി, കുറച്ച് വൈകും, ചിലപ്പോൾ ഓട്ടോ വിളിക്കേണ്ടി വരും. പക്ഷെ മതവിദ്യാഭ്യാസം അതൊരു പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെടും. ജമാഅത്ത് നിസ്കാരം അതൊരു പ്രശ്നമുള്ള വിഷയമാണെന്ന് തോന്നും. പള്ളിയിൽ അടങ്ങിയിരിക്കല്, അവിടെ ഇടപെടല്, അവിടുത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ വലിയൊരു മഹത്വമുള്ളതാന്ന് മനസ്സിലാവും. ഉദ്ഹിയ്യത്തിന് കുട്ടികൾ വരുന്നു, അവിടെ പങ്കെടുക്കുന്നു, അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഇതൊക്കെ ഒരു പുണ്യകരമായ കാര്യമാണ്, ഞാനൊക്കെ ഇതിൽ ഉണ്ടാവണം എന്ന തോന്നലുണ്ടാവും. മതപരമായ ചടങ്ങുകളിലും അതിന്റെ അറിവ് നേടുന്ന സദസ്സുകളിലും ഒക്കെ താല്പര്യപൂർവ്വം പങ്കെടുക്കാം. നോക്കൂ, ഉപദേശം ഇത്തരം ഒരു ക്ലാസ്സിൽ കുട്ടികൾക്ക് വന്നിരിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, ഓല് വന്നിരിക്കൂല, ഇരുന്നാൽ തന്നെ ഓൽക്ക് അധികം നേരം ഇരിക്കാൻ കഴിയൂല. അതൊരു കുറെ ദീർഘമായ, ശാന്തമായ, ചെറിയ ശബ്ദത്തിലുള്ള, പിന്നെ സ്പീഡിലല്ലാത്ത സംസാരങ്ങൾ തന്നെ ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ച് 1.5-ലും 2x ഒക്കെ നമ്മൾ സ്പീഡിൽ കാര്യങ്ങൾ സംസാരിച്ചാൽ പിന്നെയും കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ കഴിയും. ഓൺലൈനിൽ സ്പീഡിൽ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകണ കണ്ടീഷനിലേക്ക് കുട്ടികൾ മാറിയിട്ട് പിന്നെന്താ ചെയ്യാൻ പറ്റുക, അവരുടെ ഭാഷയിലേക്ക് ഇറങ്ങിയുള്ള സംസാരമാണ്. അവരുടെ ഭാഷയിലേക്ക് ഇറങ്ങിയുള്ള സംസാരങ്ങളാണ് CRE ക്ലാസ്സുകളിൽ നടക്കുന്നത്, മദ്രസകളിൽ നടക്കുന്നത്. നമ്മുടെ മദ്രസകളിലൊക്കെ വളരെ കൃത്യമായ പിന്നെ ട്രെയിനിങ്ങുകൾ കൊടുത്ത്, അധ്യാപകർക്ക് നല്ല ബോധനം കൊടുത്ത്, പുതുതലമുറയുടെ സംസ്കാരങ്ങൾ, അവരുടെ ശൈലികൾ, അവരെ സ്വാധീനിക്കാവുന്ന വാചകങ്ങൾ, പ്രയോഗങ്ങൾ, ഇതൊക്കെ മനോഹരമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പോണത്. മതവിദ്യാഭ്യാസത്തെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ
അതിനെ മൈൻഡ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശക്തമായ ചില ആക്ഷേപങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് തൗറാത്തിനെ അവഗണിച്ച ആളുകളെ പറ്റി. വമിൻഹും മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ല്ലേ, അവർ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണ് എന്ന് പറഞ്ഞു. ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെ. അപ്പോ വേദഗ്രന്ഥമൊക്കെ നമുക്കുണ്ട്, ഖുർആനൊക്കെ ഉണ്ട്, പക്ഷെ അത് ചുമക്കണ കഴുതകളായി നമ്മൾ മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു പോകുന്ന, അതിനെ അവഗണിച്ചു പോകുന്ന ആളുകളെ പറ്റി പറഞ്ഞത് അവര് നായ്ക്കളെ പോലെയാണ്. നായ്ക്കളെ പോലെയാണ്. അതിങ്ങനെ അതിനെ എന്തെങ്കിലും കൊടുത്താലും അതിങ്ങനെ നാവ് നീട്ടി നടക്കും, അതിനെ ഉപദ്രവിച്ചാലും അത് നാവ് നീട്ടി നടക്കും. ഖുർആൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നാവ് നീട്ടി ഇങ്ങനെ നടക്കണ നായ്ക്കളാണ് എന്ന് ഈ വിശുദ്ധ ഖുർആനെ പരിഗണിക്കാത്ത, അവഗണിച്ച ആളുകളെ പറ്റി പറയാണ്. അല്ലേ, അള്ളാഹു ചോദിക്കാണ്, എന്താണ് അവർ ഉത്ബോധനത്തെ തൊട്ട് പിന്തിരിഞ്ഞു പോകുന്നത്? ഖുർആൻ പഠിക്കാൻ വരുന്നില്ല, അതിന്റെ ക്ലാസ്സുകൾക്ക് വരുന്നില്ല, അതിന് ശ്രദ്ധല്ല, അതിലുള്ള എന്താണെന്ന് അറിയാൻ താല്പര്യമില്ല, തഫ്സീർ ക്ലാസ് ഉണ്ട് അത് പങ്കെടുക്കൂല. അങ്ങനെ ഈ ഉത്ബോധനത്തെ തൊട്ട് അവഗണിച്ചു പോകുകയാണ്. ഒരു സിംഹത്തിന്റെ അടുക്കൽ നിന്ന് വേഗത്തിൽ പേടിച്ചരണ്ടോടിപ്പോകുന്ന കഴുതകളെ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അങ്ങനെ കഴുതകളെ പോലെ വിരണ്ടോടുന്നവരായി നമ്മൾ മാറരുതെന്നും അള്ളാഹുവിന്റെ കലാമിനോട്, അവന്റെ ദീനിനോട് കൂറുള്ളവരായി അതിനെ പിൻപറ്റി അത് അറിയാനും പഠിക്കാനും ശ്രമിക്കുന്നവരായി മാറണം എന്നുള്ളതുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിൽ നല്ല ബുദ്ധിമാനാണ്. ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, പറയണ കാര്യങ്ങൾ വേഗം അത് ഹിഫ്ളാക്കും. അത് ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞ കാര്യം പിന്നീട് അതേപോലെ ആവർത്തിക്കാൻ കഴിയും. റീസണിങ് അത് നല്ല കൂടുതലാണ്. അങ്ങനെ കുറെ കഴിവുകളുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവനെ നമ്മൾ എന്ത് വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കണം? നമ്മൾ പറയും, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തി അവൻ ഏതിനാണോ കൂടുതൽ താല്പര്യമുള്ളത് അതിലേക്ക് പറഞ്ഞേക്കണം. അതാണ് അതിൻ്റെ ഒരു ഭൗതികമായ ഉത്തരം. ശരിയാണ്, അവന് താല്പര്യമുള്ള മേഖലയിലേക്ക് പറഞ്ഞേക്കണം. പക്ഷെ അവന്റെ കഴിവ് ഏതാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള മേഖലയിലേക്ക് പറഞ്ഞേക്കണം. രക്ഷിതാവ് എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ മകനെക്കുറിച്ച്, മകളെക്കുറിച്ച് എന്തൊരാഗ്രഹമാണ് ഉണ്ടാകേണ്ടത്? നിർബന്ധിച്ച് എന്തെങ്കിലും ഒരു കോഴ്സിന് പറഞ്ഞേക്കാം, വാപ്പാക്ക് അവനെ ഡോക്ടറാക്കണം, അതുകൊണ്ട് അവനക്ക് സ്കില്ലുള്ളത്, അവന്റെ കഴിവുള്ളത് എഞ്ചിനീയറിംഗിലാണ്, എന്ന് അവനെ ഡോക്ടർ തന്നെ ആക്കണം, നിർബന്ധിക്കണോ? അത് നിർബന്ധിക്കണം എന്നല്ല. രക്ഷിതാവ് എന്ന നിലക്ക് ഏത് കോഴ്സിലേക്ക്, എന്ത് പഠനത്തിലേക്ക് നമ്മൾ അവനെ ഘട്ടം ഘട്ടമായി മനസ്സ് കൊണ്ടുവരണം. അതില് നമ്മുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകണം. ആ ആഗ്രഹങ്ങൾ രൂപപ്പെടുന്നത് കുറെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. ഇപ്പോ പുതിയ കാലത്ത് പറയാറുള്ളത്, നമ്മുടെ മക്കൾ റിട്ടയർ ചെയ്യുന്ന പ്രായം ഏതാണോ ആ പ്രായത്തിൽ ഏത് കോഴ്സിനാണോ മൂല്യമുള്ളത്, ഏത് ജോലിക്കാണോ പ്രാധാന്യമുള്ളത് അത് നോക്കണം എന്നാണ്. ഇന്ന് ഏതിനാണ് പ്രാധാന്യമുള്ളതെന്നല്ല, അവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ കുറച്ചുകൂടി കൊല്ലം മുന്നിൽ കണ്ടിട്ടാണ് ചിന്തിക്കേണ്ടത്. ചില വചനങ്ങൾ ഞാൻ പറയാം. ആ വചനങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ നമ്മുടെ മക്കളെ കുറിച്ച് എന്ത് ആഗ്രഹം ഉണ്ടാകണം എന്നത് നമ്മൾ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ ഭൗതിക വിജ്ഞാനത്തിന്റെ കാര്യങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞിട്ടുള്ള ഏക കാര്യം, ഒരു കാര്യം മാത്രം, എനിക്ക് കൂടുതൽ തരണം എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ്? അത് അറിവാണ്, മതവിജ്ഞാനമാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. പ്രദോഷ പ്രകീർത്തനങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അത് പ്രാവർത്തികമാക്കിയ ആൾക്കാർക്ക് അറിയാം. നമ്മൾ രാവിലെ അത് ചൊല്ലാറുണ്ട്. എന്താ? ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് അതെനിക്ക് നൽകണമെന്ന്. സ്വീകാര്യോഗ്യമായ കർമ്മങ്ങൾ അത് തരണമെന്ന്. പിന്നെന്താ? റിസ്ഖ് തരണമെന്ന്, തയ്യിബായ റിസ്ഖ് തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ
ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് പടച്ചോനെ നീ എനിക്ക് കാവൽ തരണേ എന്ന്, അതിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണേ എന്ന് പറഞ്ഞു. വേറെയും കാര്യങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻ ഖൽബിൻ ലാ യഖ്ശ, ഭയപ്പെടാത്ത ഹൃദയത്തിൽ നിന്ന്, പടച്ചോനെ പേടിക്കാത്ത ഹൃദയത്തിൽ നിന്ന്. വമിൻ നഫ്സിൻ ലാ തശ്ബ, എത്ര കിട്ടിയാലും മതി വരാത്ത ആ ഒരു മനസ്സിൽ നിന്ന് പടച്ചോനെ മോചനം തരണേ എന്ന്. വമിൻ ദുആഇൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിൽ നിന്നും പടച്ചോനെ നീ എനിക്ക് കാവൽ തരണേ. ഇത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന. അപ്പോ നമ്മുടെ അറിവുകൾ ഉപകാരപ്രദമാകണം. ഏതറിവാണ് ഏറ്റവും അധികം മക്കൾക്ക് ഉപകാരപ്പെടുക? മക്കളുടെ അറിവ് രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടുക? അത് മതപരമായ അറിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാത്ത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ കർമ്മങ്ങളും നിന്നു. ഖബറിൽ പോയി കഴിഞ്ഞ് പിന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലുവോ? ഇല്ല. അവിടെ പോയിട്ട് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇല്ല. ദുനിയാവിൽ അതൊക്കെ പറഞ്ഞാൽ വലിയ നേട്ടാണ്. ഈ 4 ദിക്റുകൾ അത് പറയുന്ന ആളുകളുടെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഖബറിൽ പോയ ഒന്നുമില്ല, അവിടെ സുജൂദില്ല, റുക്കൂഇല്ല, അവിടെ രാത്രി നിസ്കാരമില്ല, അവിടെ ഒന്നുമില്ല. പക്ഷെ 3 കർമ്മങ്ങൾ, ആ 3 അമലിന്റെ പ്രതിഫലങ്ങൾ അത് വന്നുകൊണ്ടേയിരിക്കും. അല്ലെ? അത് സദഖയാണ്, നമ്മൾ നൽകിയ നിലനിൽക്കുന്ന ദാനമാണ്. അത് സദഖ ജാരിയ. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, നമ്മൾ നേടിയെടുത്ത അറിവുകൾ, പകർന്നു കൊടുത്ത അറിവുകൾ, ആ അറിവ് വീണ്ടും ഉപകാരം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ നമ്മളെ കൊണ്ട്, നമ്മുടെ മക്കളെ കൊണ്ട് സമൂഹത്തിന് നാം പകർന്നു നൽകിയിട്ടുള്ള അറിവുകൾ അത് എത്ര കാലം വീണ്ടും റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നോ, എത്ര കാലം അതിൽ നിന്ന് ആളുകൾ ഉപകാരമെടുത്തുകൊണ്ടേയിരിക്കുന്നോ, അത്രകാലം അതിന്റെ ഉടമസ്ഥന് ഖബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. മരിച്ചതിന് ശേഷവും പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. കാലം എത്രയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട്? പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു ഹദീസ്, ആ ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് കൂലി. ഞാൻ ഖുതുബ തയ്യാറാക്കിയപ്പോൾ, പ്രഭാഷണം തയ്യാറാക്കിയപ്പോൾ അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് പരിശോധിച്ചു, അതിന് കൂലി. ഞാൻ ഒരു ജമീൽ ആപ്ലിക്കേഷനിൽ നിന്നൊരു പ്രസംഗം കേട്ടു. ആ പ്രസംഗം കേട്ടതിൽ നിന്ന് ചില പോയിന്റുകൾ ഞാൻ മനസ്സിലാക്കി, അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോ ആരാണോ ആ പ്രസംഗം നിർവഹിച്ചത് അദ്ദേഹത്തിന് പ്രതിഫലം. ആ പ്രസംഗം അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം, ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ അയാൾക്ക് അതിന്റെ പ്രതിഫലം. അല്ലെ? വലിയ പ്രതിഫലങ്ങളാണ്. ഒരു കാര്യത്തിൽ കൊണ്ട് തന്നെ കുറെ ആളുകൾക്ക് പ്രതിഫലം കിട്ടുന്ന, അള്ളാഹിനെ സംബന്ധിച്ചോളം കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇടങ്ങേറ് വല്ലതും ഉണ്ടോ പടച്ചോന്? ഇല്ല. ഓൻക്കും കൂലി, ഇവൻക്കും കൂലി, ഓൻക്കും കൂലി പടച്ചോൻ കൊടുക്കും. ഇരട്ടിയായി കൊടുക്കും. 10 മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. അനന്തര സ്വത്ത് എന്നുള്ളത് ഒരു മികച്ച വിഭവമാണ്. ആളുകൾക്കൊക്കെ ആഗ്രഹമുള്ള ഒന്നാണ്, നല്ലതുമാണ്. അല്ലെ? ഈ അനന്തര സ്വത്ത് നബിമാരുടേതായി കഴിഞ്ഞാലോ? അതാണ് ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അങ്ങാടിയിൽ വെച്ച് പറഞ്ഞത്. നിങ്ങൾ ഇവിടെ അങ്ങനെ നിന്നോളിട്ടോ, അവിടെ പോയോക്കി, അവിടെ നബിന്റെ അനന്തര സ്വത്ത് വീതം വെക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അനന്തര സ്വത്ത് പറഞ്ഞാൽ കുറച്ചു നല്ല സാധനമാണല്ലോ, അതന്നെ നബിന്റേതാണ്. അപ്പൊ ആളുകളൊക്കെ കച്ചവടമൊക്കെ ഒഴിവാക്കി ഒച്ചപ്പാടും ബഹളൊക്കെ നിർത്തി അങ്ങാടിയുടെ കാലിയായി. എല്ലാവരും പള്ളിയിലേക്ക് ഓടിപ്പോയി. അവിടെ വന്ന് അവർ വേഗം തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അങ്ങാടിയിൽ തന്നെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, അബൂ ഹുറൈറ എന്താണ്, ഞങ്ങൾ അവിടെ മദീന പള്ളിയിലേക്ക് കയറിയല്ലോ. ഫദഖൽന, ഞങ്ങൾ പള്ളിയിലേക്ക് കയറി. ഫലം നറ ഫീഹി ശൈഅൻ യുഖ്സം, അവിടെ അനന്തര സ്വത്ത് വീതം വെക്കണമെന്ന് ഞങ്ങൾ കണ്ടില്ലല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു അവരോട്, അമാ റഅയ്തും ഫിൽ മസ്ജിദി അഹദൻ, പള്ളിയിൽ നിങ്ങൾ ആരും കണ്ടില്ലേ? അപ്പോൾ പറഞ്ഞു, റഅയ്നാ ഖൗമൻ യുസല്ലൂൻ, കുറച്ച് ആൾക്കാരോട് നിസ്കരിക്കുന്നുണ്ട്. വഖൗമൻ യഖറഊനൽ ഖുർആൻ, കുറച്ച് ആൾക്കാർ അവിടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഖൗമൻ യതദാകറൂനൽ ഹലാല വൽ ഹറാം, ചില ആളുകൾ അവിടെ ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത് ഹലാൽ, ഇന്നത് ഹറാം, ദീൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവരോടായി പറഞ്ഞു,
പിന്നെ ഫൈഹക്കും ഫദാക മീറാസു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതന്നെ മുഹമ്മദ് നബിന്റെ അനന്തര സ്വത്ത് എന്നാണ്. അപ്പൊ അവിടെ ഇരുന്ന് ഹലാലും ഹറാമും ഒക്കെ പറഞ്ഞു കൊടുക്കണ പരിപാടി ഉണ്ടല്ലോ, അതാണ് അനന്തര സ്വത്ത്. മുഹമ്മദ് നബിയുടെ അനന്തര സ്വത്ത് വീതം വെക്കുകയാണ്. നമ്മളിപ്പോ വീതം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? മുഹമ്മദ് നബിയുടെ അനന്തര സ്വത്താ വീതം വെക്കണം. നബിമാരാരും അവര് ബാക്കിയാക്കി പോയിട്ടില്ല, അനന്തരം എടുത്തിട്ടില്ല. എന്തല്ലാതെ ഓലിൽ നിന്ന് അനന്തരം എടുക്കൂല. എന്ത്? ദീനാറും ദുർഹമൊന്നും അനന്തരം എടുക്കൂല ആളുകൾ. അവരിൽ നിന്ന് ആളുകൾ അനന്തരം എടുക്കുക ഇൽമാണെന്ന്, അറിവാണെന്ന്. അപ്പൊ നബിമാർ ബാക്കി വെച്ചു പോകുന്ന സമ്പത്ത് അത് കൈവശപ്പെടുത്തലാണ് മതവിജ്ഞാനം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമാണ്, വലിയ മഹത്വം. എല്ലാ മുസ്ലിമിന്റെ മേലും മതവിജ്ഞാനം നേടിയെടുക്കൽ നിർബന്ധമാണ്. എല്ലാവർക്കും ഒരേ മാതിരിയാണോ? അല്ല. എല്ലാവർക്കും ഒരേമാതിരി അല്ല. ഓരോ ഏറ്റവും മിനിമം അറിയേണ്ട കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ നമുക്ക് അറിവുണ്ടാകാം, അല്ലെ? പ്രത്യേകിച്ച് മനസ്സിൽ സംശയങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഒരു കാര്യത്തിലും നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. മനസ്സിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിനെ കുറിച്ചൊരു തെറ്റായ ഒരു ചിന്ത എവിടെയെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. പരലോകത്തെ കുറിച്ചൊരു സംശയം, മുഹമ്മദ് നബിയെ കുറിച്ചൊരു സംശയം, അതില്ലാതെ ക്ലിയർ ആക്കിയിട്ട് പോകണം. നമ്മൾ ക്ലിയർ ആക്കി പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇസ്ലാമിക വിമർശകർ പലതും പറഞ്ഞു പ്രചരിപ്പിക്കും. ആ പ്രചരിപ്പിക്കുന്നതിന് ശരിയായ അർത്ഥം എന്താണ്, അതിന്റെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതറിയണം നമ്മൾ. അതറിയാതിരുന്ന എന്താ ചെയ്യാം? അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചൊരു ഒരു വെറുപ്പ് മനസ്സിൽ തോന്നും. ചില സ്ത്രീകൾക്കെങ്കിലും തോന്നും ഇസ്ലാമൊക്കെ നല്ലത് തന്നെ, ശരി തന്നെ. ഞാന് എന്താ പറയാ, നമ്മുടെ മനസ്സ് ക്ലിയർ ആവാൻ വേണ്ടി പറയണം കേട്ടോ, മനസ്സ് ക്ലിയർ ആവാൻ വേണ്ടി പറയണം. അതില് അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമൊക്കെ ക്ലിയർ തന്നെ, എന്നാലും ഇസ്ലാമില് പുരുഷന്മാർക്ക് ഒന്നിലധികം കല്യാണം കഴിക്കാൻ അനുവാദം കൊടുത്തത് അത് ശരിയായില്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവും. നിങ്ങൾ ഇന്റെ മാപ്പിള കെട്ടാൻ പാടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോളി. അതിലിഞ്ഞു വേണേ നിങ്ങൾ അങ്ങനെ മാപ്പിളിനോട് പറഞ്ഞും ചെയ്തളി. അങ്ങനെ മാപ്പിളിനോട് കെട്ടാൻ പാടില്ല എന്ന് പറയലൊന്നല്ല വേണ്ടത്. ഞാൻ പറയാം, അങ്ങനെ വിചാരിക്കുന്നതിനേക്കാൾ അപകടമാണ് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടായത് ശരിയല്ല എന്ന് ചിന്തിക്കണം. അത് നമ്മളെ കുഫറിലെത്തിക്കും. അള്ളാഹുവിന് അതിൽ ചില യുക്തികളുണ്ട്. അള്ളാഹു അത് നിയമമാക്കിയതിന് പടച്ചോന് ചില തീരുമാനങ്ങളുണ്ട്. അപ്പൊ അത് ഇസ്ലാമിൽ എന്തായാലും നല്ലതന്നെ. ചില മുസ്ലിം വനിതകൾ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുമ്പോൾ ഓലെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വരെ ഉണ്ട്. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരു പതറിപ്പോണ്ട ആവശ്യം എന്താ? ഇസ്ലാമിലുണ്ട് എന്നെ പറയണ്ടത്. മുസ്ലിം പുരുഷൻ അത് അള്ളാഹു അനുവാദം കൊടുത്താണ് എന്നെയാണ് പറയണ്ടത്. അവിടെ ചൂളി പോകേണ്ട കാര്യമൊന്നും വിശ്വാസിനികൾക്കില്ല. അത് ഇസ്ലാമിനെ ഒരു മോശമായി മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. എന്തൊക്കെ ആയാലും ഇപ്പൊ 6-ാം വയസ്സിൽ നബി ആയിഷ ബീവിനെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോ അതിലെന്തോ ഒരു പ്രശ്നമല്ലേ എന്ന് തോന്നുക. എന്തിനാ തോന്നേണ്ട ആവശ്യം? 6-ാം വയസ്സിലാണ് നബി ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത്. അതിൽ ആർക്കാ സംശയമുള്ളത്? ഹദീസുകൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുട്ടീനെ നോക്കുക, 6 വയസ്സായി എന്റെ കുട്ടിന്റെ പ്രായത്തിൽ ആയിഷ. ആരാ പറഞ്ഞ എന്റെ കുട്ടിന്റെ വളർച്ചയാണ് ആയിഷ ബീബിക്ക് ഉണ്ടായിരുന്നത്? അങ്ങനെ റസൂലുള്ള പറഞ്ഞിരിക്കണോ? അന്ന് ആയിഷ ബീബിനെ കല്യാണം കഴിക്കണ സമയത്ത് ആ സമൂഹത്തിലെ മുഹമ്മദ് പന്തിനെ ചെറിയ കുട്ടിനെ പോയി കല്യാണം കഴിച്ചെന്ന് ഒരാളും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ തന്നെ അമ്മക്കടങ്ങറ്. ആരാ കല്യാണം കഴിച്ചത്? നബി പോയിട്ടാണ് ആയിഷാജി ഇറങ്ങിപ്പോര്, എന്റെ കൂടെ ചാടിപ്പോര് എന്ന് പറഞ്ഞാണ്. അല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്. ആരാ കല്യാണം അന്വേഷിച്ചത്? അത് അവിടുത്തെ സ്ത്രീകളാണ് അന്വേഷിച്ചത്. മുഹമ്മദ് നബി നിങ്ങൾക്ക് ഇങ്ങനൊരു പെൺകുട്ടിനെ ഞങ്ങൾ കല്യാണം ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓല ആലോചിച്ചത്. നാട്ടിൽ ആർക്കും പ്രശ്നമില്ല. അന്ന് വിമർശകർ പോലും പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി ആയിഷ എന്ന ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, അല്ലെ, ശൈശവ വിവാഹം നടത്തി. ശത്രുക്കൾ പോലും ആക്ഷേപിച്ചിട്ടില്ല. ആ സമൂഹത്തിൽ അതൊരു പ്രശ്നേ അല്ല. ഞാൻ അതിനേക്കാൾ രസകരമായ കാര്യം, മുഹമ്മദ് നബി ആയിഷ ബീബിയെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ആയിഷ ബീബിയെ 2 പുരുഷന്മാർ കല്യാണം ആലോചിച്ചിരുന്നു. ഒരാളല്ല, ഒരാളെ കല്യാണം അന്വേഷിച്ചു, 2ാമത്തെ ആള് കല്യാണം അന്വേഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓൽക്കൊന്നും കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മളെന്തിനാ ഈ കാലത്ത് 18 വയസ്സാണ് കല്യാണത്തിന്റെ പ്രായം എന്ന് വിചാരിച്ച് 14 വയസ്സ് കല്യാണ പ്രായമുള്ള നാടുണ്ട് ഇപ്പോഴും. അമേരിക്കയിലുണ്ട്, പുരോഗമിച്ച നാട് എന്ന് പറഞ്ഞ അമേരിക്കയില്, ഐക്യനാടുകളിൽ ചില സ്റ്റേറ്റുകളിൽ ഇപ്പോഴും വിവാഹപ്രായം 14ആണ്. നമ്മളെ 14 വയസ്സുള്ള കുട്ടിയിലേക്ക് താരതമ്യം ചെയ്യണോ? വേണ്ടേ? അത് ആ നാട്ടിൽ അങ്ങനെ. ആരാ വിവാഹപ്രായം 18 നിശ്ചയിച്ചത്? അത് ഈ നാട്ടിൽ ഇവിടെ ഒരു നിയമം അങ്ങനെയാണ്, അത്രേ ഉള്ളൂ.
ഇന്ന വയസ്സ് എന്നല്ല. ഒരു പിതാവിന്, ഒരു മാതാവിന് ആ കുട്ടിയെ വിവാഹം ചെയ്യേണ്ട പ്രായം എപ്പോഴാണോ അവൾക്ക് പക്വത എത്തുന്നത്, എപ്പോഴാണോ ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകണത്, പ്രായപൂർത്തിയായി കഴിഞ്ഞാലാണ് വീട് കൂടാൻ പറ്റുള്ളൂ, എപ്പോഴാണോ അവളെ വിവാഹം കഴിക്കാൻ യോജിച്ച സമയം ഏറ്റവും നന്നായി അറിയുന്നത് രക്ഷിതാവിനാണ്. അപ്പൊ രക്ഷിതാവിന്റെ ഉത്തരവാദിത്വപ്പെട്ടാണ് കല്യാണം. വിവാഹത്തിന് അങ്ങനെ ഒരു പ്രായമല്ല ഇസ്ലാമിൽ. അതിനർത്ഥം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ 18-ന്റെ മുമ്പ് കല്യാണം കഴിപ്പിച്ച് വിടണമെന്നല്ല. വെറുതെ ചൊറുണ്ടാക്കണ്ട, 18 കല്യാണം കഴിപ്പിച്ചാൽ മതി. ഇനി 18-ന്ന് 21 ആക്കണം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിലുള്ള 18 മതിയല്ലോ എന്ന സ്റ്റാൻഡിൽ നിൽക്കണം. 21 ആക്കിയാൽ വലിയ എന്തോ ഗുണം കിട്ടിയെന്ന് വിചാരിക്കരുത്. അതൊക്കെ എന്താ പറയുക, വേറെ ഉദ്ദേശങ്ങളാണ്. ഇതേ ആളുകളോട് തിരിച്ചു വയ്ക്കുക, ആണും പെണ്ണും മിങ്കിൾ ചെയ്യുന്നതിന്, അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതിന് അതിന്റെ പ്രായം എത്ര? ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗികതയിൽ ഏർപ്പെടുന്നത്, അതാണ് അതിന്റെ മലയാളം. അതിന്റെ പ്രായത്തെ അത് 16 മുതൽ പറ്റുന്ന, അതിന് 18 ആവണ്ട. അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ നടപ്പിലാകുന്നതിന് ലൈംഗികത ഷെയർ ചെയ്യപ്പെടുന്നത് പ്രായം 18 ആകണമെന്നില്ല, അതിന്റെ മുമ്പാകാം. ഇതിന് പ്രായം 18 ആകണം. അപ്പൊ അതൊക്കെ രാഷ്ട്രീയമാണ്, അതൊക്കെ സാമൂഹികമായ തീരുമാനമാണ്. ഇസ്ലാം എന്തേ പറയണുള്ളൂ, അത് പിതാവിന്, ആ കുട്ടിയുടെ രക്ഷിതാവ് ആരാണോ രക്ഷിതാവിനാണ് അത് ഏറ്റവും നന്നായി അറിയാം. ആയിഷ ബീവിന്റെ വിവാഹത്തെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വല്ല ഒരു തോന്നലും ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇസ്ലാമിന്റെ ഏത് വിഷയം പറഞ്ഞാലും അതിൽ ഒരു സംശയമില്ലാത്ത വിധത്തിൽ അതിന്റെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. ഇൻസൈറ്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ട് പീസ് റേഡിയോയിൽ. ഇൻസൈറ്റ് അത് എന്നൊക്കെയുള്ളത് നോക്കുക, എപ്പോഴൊക്കെയുള്ളത് നോക്കുക, അത് കേൾക്കണം നമ്മൾ. ഇൻസൈറ്റിലൂടെ ഇത്തരം കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. ഡയലോഗ് TV എന്നൊരു ചാനൽ ഉണ്ട് യൂട്യൂബിൽ, ഡയലോഗ് TV. ആ ഡയലോഗ് TVയിൽ ഇത്തരം കുറേ സംശയങ്ങൾക്കുള്ള മറുപടികൾ ഉണ്ടാവും. ഡയലോഗ് എന്ന പേരിൽ നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ ജീവിതത്തെ പറ്റി തിരൂരിൽ ഡയലോഗ് സംഘടിപ്പിച്ചു. മുഹമ്മദ് നബിയുടെ എല്ലാ വിവാഹത്തെ പറ്റിയും വളരെ ക്ലിയറായി ധൈര്യസമേതം ആരുടെ മുമ്പിൽ ഉയർത്തി പറയാവുന്ന രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏത് വിഷയത്തിലും നമ്മളടുത്ത് മറുപടി ഉണ്ട്. അടിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സംശയത്തിന്റെ ആവശ്യമില്ല. നമ്മൾ അടിമത്വവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ ജബ്ബാർ മദീനി നടത്തിയ 2 വിശദമായ ദർസുകളുണ്ട്. ആ ദർസുകൾ കേട്ടാൽ അതിന്റെ കാര്യങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന രൂപത്തിലുള്ള മറുപടികൾ നമ്മുടെ അടുത്ത് കിട്ടും. വളരെ വ്യക്തമാണ്. ഇസ്ലാമിലെ അടിമത്തത്തെ പറ്റി ജബ്ബാർ മദീനിയുടെ ക്ലാസ് ഇങ്ങനെ കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും, ഞാനൊരു അടിമയായി ഇസ്ലാമിക രാജ്യത്ത് ജീവിച്ചാൽ മതിയായിരുന്നു. അത്ര വലിയ സ്ഥാനം അടിമക്ക് കൊടുക്കണം. അങ്ങനെ ഗൗരവമുള്ള നിയമങ്ങളാണ് അടിമന്റെ വിഷയത്തിൽ, അല്ലെ? ഇന്ന് കേൾക്കുന്ന ഈ അടിമത്വം അന്നത്തെ അടിമത്വം ഒന്നല്ലേ? ഇസ്ലാമിലെ അടിമത്വവും ഇസ്ലാമിന്റെ മുമ്പുള്ള അടിമത്വവും ഇന്ന് കേൾക്കുന്ന അടിമത്വം ഒന്നല്ല. അതുകൊണ്ട് ഇന്നത്തെ അടിമത്വത്തെ പറ്റി ചോദിച്ചാൽ ഇസ്ലാമിൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ഇസ്ലാമിൽ അടിമത്വം എന്ന് പറഞ്ഞാൽ അടിമക്ക് വലിയ സ്ഥാനം കൊടുക്കണം, സഹോദരന്റെ സ്ഥാനം കൊടുക്കുന്ന അടിമത്താണ്. അപ്പൊ അത് വലിയ എന്താ പറയാ, നമ്മളിങ്ങനെ സംശയമുണ്ടായി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഖുർആനെ കുറിച്ച് ആളുകൾ ഉണ്ടാക്കുന്ന സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരം അറിയണം നമ്മൾ. ഖുർആനിൽ അന്യമതസ്ഥിലുള്ള ആളുകളെ കൊല്ലാൻ ഖുർആൻ കൽപ്പിക്കുന്നില്ലേ? കണ്ടയിടത്ത് വെച്ച് കൊല്ലണമെന്ന് ഖുർആൻ പറയണില്ലേ എന്ന് ചോദിച്ചാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ ഖുർആൻ പറയണില്ല. അതന്നെ എന്റെ മറുപടി. കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ ഖുർആൻ പറയണമെങ്കിൽ ഇന്ന് മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്, ഓലൊന്നും തല ഉണ്ടാവില്ലല്ലോ. അത് പ്രാക്ടിക്കലാക്കണം. നിസ്കരിക്കാൻ പറഞ്ഞ പോലെ നോമ്പ് വിൽക്കാൻ പറയണം, അതൊക്കെ നോമ്പ് വിൽക്കുന്നുണ്ട്. സ്വതക്ക കൊടുക്കാൻ പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് നന്മ ചെയ്യണം എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾ അവിടെ അനുഭവിക്കണില്ലേ? നിങ്ങൾ ആ നാട്ടിൽ താമസിച്ചപ്പോ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ നിങ്ങളെ കൊല്ലാൻ വന്നിട്ടില്ല? അതെന്തേ? അപ്പൊ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്ന് ഇസ്ലാമിലില്ല, ഖുർആനിലില്ല. പിന്നെ അതെന്താ പറയണത്? യുദ്ധത്തിന്റെ സമയത്ത് ശത്രുവിനെ കണ്ടാൽ ഓനെ കൊലപ്പെടുത്തണം എന്നാണ്. പിന്നെ യുദ്ധത്തിന്റെ സമയത്ത് ശത്രുവിനെ കണ്ടാൽ പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നാണോ ഖുർആൻ പറയേണ്ടത്? അല്ല, ഖുർആൻ പറയേണ്ടതേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഉത്തരം നമ്മുടെ അടുത്തുണ്ടാവണം, എല്ലാത്തിനും ഉത്തരം ഉണ്ടാവണം. സംശയം മനസ്സിൽ വെച്ച് നടക്കണം എന്നല്ല. ഒരാൾ ചോദിച്ചു, സ്ത്രീകളെ അടിക്കാൻ ഖുർആൻ പറയുന്നില്ലേ? സ്ത്രീകളെ അടിക്കാൻ ഖുർആൻ പറയണില്ലേ? എന്താ നമ്മളെ മറുപടി? സ്ത്രീകളെ അടിക്കാനൊന്നും ഖുർആൻ പറയണില്ല. ഇല്ലേ? അപ്പൊ ഖുർആനിലെ ആയത്തുണ്ടല്ലോ. ഏതാ ആയത്ത്? അപ്പൊ ആയത്ത് കണ്ടെത്തട്ടെ, ആയത്ത് പറഞ്ഞരട്ടെ. പറഞ്ഞു അതുണ്ടല്ലേ, അത് ഖുർആനിലുള്ള തന്നെ. അതെന്താ ആയത്ത്? അത് വിവാഹമോചനത്തിലേക്ക് ഒരാൾ പോകുകയാണ്, ഭാര്യയും ഭർത്താവും പോവുകയാണ്. ഓല് തമ്മിൽ ഒരു നിലക്കുഞ്ഞ് യോജിക്കണില്ല എന്ന് വിചാരിക്കണം, മുന്നോട്ട് പോണില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവര്
പിന്നെ ഭാര്യയും ഭർത്താവും പിണങ്ങിയതുപോലെ ഒരേ വീട്ടിൽ ഒരേ റൂമിൽ അല്ലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുക, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 2 റൂമിൽ മാറിക്കിടക്കുക. അപ്പൊ ഇങ്ങനെ അപ്പൊ ഒരു ഇടങ്ങേറ്, പുതിയാപ്പിളക്കും ഇടങ്ങേറ്, പുതിയണ്ണിനും ഇടങ്ങേറ്. ഇവിടെ ഒരു റൂമിൽ ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനുള്ള എന്താ അപ്പൊ ഇതിന്റെ കോലം? ആ ഇടങ്ങേറ് അവിടെ മനസ്സ് നന്നാവണില്ലേ? മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ, ശരീരം വേദനിക്കാത്ത രൂപത്തിൽ, ഉപദ്രവിക്കാത്ത രൂപത്തിൽ അതിന്റെ നിബന്ധനകളൊക്കെ വായിച്ചാണ്ടല്ലോ, ഫിഖ്ഹിൽ പറഞ്ഞ നിബന്ധനകളൊക്കെ വായിച്ചാ ഞാൻ തല്ലാൻ പോണില്ല എന്നാ വിചാരിക്കുക. അങ്ങനെ എന്റെ മാപ്പിള എന്നെ തച്ചല്ലോ എന്ന ഫീലിംഗ് ഉണ്ടാവണ്ട്. അല്ലാതെ എനിക്ക് വേദനയല്ലോ എന്ന് നടുമ്പുറം പൊളിക്കണ അടിയല്ലാതെ ഒരടി എന്റെ മാപ്പിളുടെ എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. ആ ഫീലിംഗിലൂടെ എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും ഒന്നാകണം, നന്നാവണം. ഇത് വിവാഹമോചനത്തേക്ക് പോകുകയാണെങ്കിൽ വേഗം പോയി കേസൊന്ന് കൊടുക്കി ഡൈവോഴ്സായി അല്ല, ഘട്ടങ്ങൾ പാലിക്കി, പരസ്പരം ചർച്ചയ്ക്കിരിക്കി, അവിടുന്ന് ഇവിടുന്ന് ആള് വരട്ടെ, ഇങ്ങോട്ട് ചർച്ച ചെയ്യട്ടെ, ഇങ്ങോട്ട് ഒന്നായി പോകാൻ. വിവാഹമോചനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ള ഒരു വാക്കാണ് ഫദ്രിബൂഹുന്ന, അവരെ അടിക്കുക. ആ അടി എന്താന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാള് വന്നിട്ട്, ഒരു വനിത വന്നിട്ട് 2 ആൾക്കാരെ പറ്റി ഞാൻ ഇന്ന ആളെ ആരെയാ ഞാൻ കല്യാണം കഴിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നബിനോട്. അപ്പൊ നബി പറയാണ്, ഓൻ കുറച്ച് പിശുക്കുള്ള ആളാണ്, ഓനെ കല്യാണം കഴിക്കണ്ട, ഓന്റെ ഭാര്യയോടുള്ള പെരുമാറ്റം കുറച്ച് മോശമാണ്. ജാഹിലിയത്തിൽ സ്ത്രീകൾക്ക് കുറച്ച് മോശമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അതിന്റെ ഒരു അംശമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇസ്ലാമിൽ വന്നതിന് ശേഷം. അതുകൊണ്ട് അവൻ ഭാര്യമാരെ തല്ലണ ഒരു സ്വഭാവമുള്ള, ഓനും കല്യാണം കഴിക്കണ്ട. ഭാര്യമാരെ തല്ലുക എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം അല്ല എന്ന് റസൂല പഠിപ്പിക്കുകയാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറയാം. അപ്പൊ ഈ അടി എന്താ? ഇത് വിവാഹമോചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതൊന്ന് ഒഴിവാകാൻ വേണ്ടി മാനസികമായി ഒരു വേദന കൊടുക്കുന്ന, ശാരീരികമായി വേദനിക്കാത്ത രൂപത്തിലുള്ള അടിയാണ്. അതങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ അതിൽ പ്രശ്നമല്ല, അതിൽ തർക്കമല്ല. ഏത് വിഷയവും ഇങ്ങനെ തന്നെ. ഇസ്ലാമിനെതിരെ ആളുകൾ എന്ത് വിമർശനം ഉന്നയിച്ചോട്ടെ, അതിനൊക്കെ വ്യക്തമാവും കൃത്യവുമായ മറുപടികൾ നമ്മുടെ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ പറഞ്ഞു വെച്ച ഇതുണ്ട്, അതിന്റെ ആധുനികമായ രൂപത്തിൽ അത് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ കേൾക്കുകയും വായിക്കുകയും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്ത് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായ അറിവുള്ള ആളുകളായി മാറുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു കൂടുതലായി അറിവ് നൽകുക ആർക്കാ? അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് കൊടുക്കും. അതൊരു സ്ഥാന അല്ലെ, അതൊരു മഹത്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ആർക്കാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചത്, ആ ഖൈർ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അവന് മതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് കൊടുക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, സത്യവിശ്വാസികളായ ആളുകൾക്ക്, ഈമാനുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ അറിവ് നൽകപ്പെട്ട ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദറജകൾ നൽകുന്നതാണ്, അവർക്ക് സ്ഥാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കും എന്നാണ്. ഇതൊക്കെ മഹത്വങ്ങളാണ്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഒരാള് അറിവ് അന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിച്ചു, ഓനിഞ്ഞ് ദീനീ പഠനത്തിന് വേണ്ടി തിരിഞ്ഞു. ആഴ്ചയിൽ ഒരിക്കൽ QHLS പഠിക്കാൻ തീരുമാനിച്ചു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിന്റെ പഠിതാവാകാൻ നിശ്ചയിച്ചു. എല്ലാ ദിവസവും ഹൃദയവസന്തം ഇനി കേൾക്കണം എന്നവൻ നിശ്ചയിച്ചു. അമാനി മൗലവിയുടെ പരിഭാഷ അത് വായിച്ചു തീർക്കണം എന്നവൻ തീരുമാനിച്ചു. നമ്മുടെ മകൾ ഇനിയൊരു മതവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണം എന്നുറച്ചു. ഖുർആൻ പഠിക്കാൻ, ഹിഫ്ദ് പഠിക്കാൻ തീരുമാനിച്ചു. അറബിക് കോളേജുകളിൽ ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. ആ വഴിയിൽ പ്രവേശിച്ചോ എങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എളുപ്പമാക്കി കൊടുക്കുന്നത് എന്നാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാക്കി കൊടുക്കുന്നത്. എന്താ സ്വർഗം കിട്ടുക എന്നുള്ളതിനെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യം. ദുനിയാവ് കഴിഞ്ഞു പോകും അല്ലെ. ഇനി സ്വർഗത്തിന്റെ വഴിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഈ ഒരു മതവിദ്യാഭ്യാസം നമ്മൾ സെലക്ട് ചെയ്തു. എന്നാ പിന്നെ ഭൗതികമായി നമുക്ക് അതുകൊണ്ട് നഷ്ടം വരുന്നുണ്ടോ? ഇല്ലേ. ഞാൻ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത സമയത്ത് അവിടുത്തെ ഒരു ഇന്റർവ്യൂവിന് വന്നൊരു ചങ്ങാതി, ഓന്റെ നിലവിലുള്ള ജോലിയിലെ ഓന്റെ സാലറി പറഞ്ഞു. സാലറി പറഞ്ഞത് 89,000 രൂപ ഓനക്ക് സാലറി ഉണ്ട്. 89,000. അപ്പൊ ഓനൊരു അറബിക് കോളേജിൽ പഠിച്ച് പിന്നെ ഒരു MNCയിൽ ഇപ്പൊ ജോലി ചെയ്യാണ്. എന്തോ ഒരു HR വിഭാഗത്തിലെ ജോലിയാണ്. ഓനക്ക് 89,000 റുപ്യ എന്ന് പറഞ്ഞാൽ വേറെ പല ജോലികളെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ അത് ചെറിയ സംഖ്യ ആയിരിക്കും.
പക്ഷെ അറബി ഭാഷ പഠിച്ചാൽ ഇവിടെ സ്കൂളുകളിൽ ഒരു പ്രൈമറി സ്കൂളിൽ അധ്യാപകനാകാം എന്നൊരു അവസ്ഥ മാത്രമല്ല ഉള്ളത്. അവിടുത്തെ ശമ്പളം മാത്രമല്ല, ഒരു 35,000 നിന്ന് തുടങ്ങി പിന്നെ അതിങ്ങനെ റിട്ടയർ ആകുമ്പോൾ ഒരു 1071 ആകണേ ആ ഒരു ശമ്പളം മാത്രമല്ല ഉള്ളത്. MNC-കളിൽ ജോലി ചെയ്യാനുള്ള അറിവ് നിന്ന് കിട്ടും. ഭാഷയോടൊപ്പം തന്നെ ടെക്നോളജി കൂടി അറിയുന്നുണ്ടെങ്കിൽ, അതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് വേറെയും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ കുറേ വിവിധങ്ങളായ മേഖലകളുണ്ട്. അതിന്റെ മേഖലകൾ പറയാനല്ല ഞാൻ പറഞ്ഞത്. ഭൗതികമായ അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല അല്ലെ. ഇതുകൊണ്ട് ദീന് പഠിക്കും ചെയ്യാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ പാല് കൊടുത്തത് ആർക്കാ? സ്വന്തം കുട്ടിക്കാ. മൂസ നബിക്കാ കൊടുത്തത്. കൊടുക്കേണ്ട ബാധ്യതയാണ് നിർവഹിച്ചത്. പക്ഷേ അതിന് ശമ്പളം എവിടുന്ന് കിട്ടിയിരിക്കണ്? ഫറഔന്റെ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയിരിക്കണം. മതം പഠിച്ചാൽ നിർബന്ധമായ ഒരു ബാധ്യത നിറവേറ്റുകയാണ്. ആ ബാധ്യത നിറവേറ്റുന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഭൗതികമായ ലോകത്ത് ഒരു നഷ്ടമില്ലാത്ത രൂപത്തിൽ ജീവിച്ചു പോകാനുള്ള വിഭവങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. പരലോകത്ത് അതുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ട്. ദുനിയാവിലെ വിഭവങ്ങൾ കൊണ്ട് നേടാനാകാത്ത പലതും പരലോകത്ത് നമുക്ക് നേടാനാകും എന്നൊരു ഓർമ്മ തീർച്ചയായും നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ ദീനിന്റെ മാർഗത്തിൽ പഠനം നടത്തുന്ന ആളുകൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിലൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നുണ്ട്. ആ ഒരു ഹദീസ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒന്ന്, ആലിമിന്റെ സ്ഥാനം ആബിദിനേക്കാൾ എന്ത് സ്ഥാനാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കഫദലിൽ ഖമരി ലൈലത്തൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ, ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായി നിൽക്കുന്ന ഒരു രാത്രിയിൽ, അന്ന് ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങൾക്കും എത്ര പ്രാധാന്യമുണ്ടോ അതേപോലെയാണ് നല്ല ആലിമായ വിവരമുള്ള ഒരാൾ. എന്നാൽ വിവരം അത്രല്ല, പക്ഷെ നല്ല ആബിദാണ്, നല്ല ഇബാദത്ത് ചെയ്യുന്നയാളാണ്. അയാൾക്കുള്ള സ്ഥാനം നക്ഷത്രങ്ങൾക്ക് ആബിദിന്റെ സ്ഥാനം, ഇബാദത്ത് ചെയ്യുന്ന അറിവ് കുറഞ്ഞയാൾ. ആലിമിന്റെ സ്ഥാനോ, അയാൾക്ക് അറിവുണ്ട്, ഇബാദത്ത് ചിലപ്പോൾ ആബിദിന്റെ അത്ര ഉണ്ടാവില്ല, എങ്കിലും അയാൾക്ക് സ്ഥാനം അറിവുള്ളവനാണ് എന്നുള്ളത് കൊണ്ട് നക്ഷത്രങ്ങളുടെ മേൽ ചന്ദ്രനുള്ള സ്ഥാനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ റിദൻ ലിതാലിബിൽ ഇൽം. താലിബുൽ ഇൽമിന്റെ അറിവ് അന്വേഷിക്കുന്നയാളുടെ അയാളുടെ റിദ കൊണ്ട്, അയാളോടുള്ള ഇഷ്ടം കാരണത്താൽ മലക്കുകൾ അയാൾക്ക് ചിറക് വിരിച്ചു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വൽ ഹീതാനു ഫീ ജൗഫിൽ മാ. ആലിമിന് വേണ്ടി, അറിവുള്ളയാൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തും. ആര്? ആകാശഭൂമികളിലുള്ള മുഴുവൻ ജീവജാലങ്ങളും, വെള്ളത്തിനടിയിലുള്ള മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുന്നതാണ്. പടച്ചോനെ ഓനക്ക് പുറത്തു കൊടുക്കണേ, പടച്ചോനെ ഓനക്ക് പുറത്തു കൊടുക്കണേ. ആരാ പ്രാർത്ഥിക്കണത്? ഓന്റെ അമ്മയും ബാപ്പയും വല്യമ്മയല്ല, ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും വെള്ളത്തിനടിയിലുള്ള മത്സ്യങ്ങളും പ്രാർത്ഥിക്കാണ്, പടച്ചോനെ ഓനക്ക് പുറത്തു കൊടുക്കണേ, പടച്ചോനെ ഓനക്ക് പുറത്തു കൊടുക്കണേ. وإن فضل العالم على العابد كفضل القمر ليلة البدر على سائر الكواكب. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. ലൈലത്തുൽ ബദറില് നക്ഷത്രങ്ങൾക്കുള്ള സ്ഥാനത്തിൽ, നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രനുള്ള സ്ഥാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അസൂയ എന്ന് വാക്കിൽ പറഞ്ഞുകൊണ്ട് അത് അനുവദിക്കപ്പെട്ട മേഖലയാണെന്ന് പറഞ്ഞു. എനിക്കും അതേമാതിരി ആകണം എന്ന് ആഗ്രഹിക്കാവുന്ന ഒരു മേഖല ആണ് ഒരാൾക്ക് ലഭിച്ച അറിവിന്റെ വിഷയത്തിൽ. അതുപോലെ എനിക്കും അറിവ് ലഭിക്കണം എന്നുള്ളത്. ഇനിയോ നമുക്കെല്ലാവർക്കും നടപ്പിലാക്കാൻ പറ്റിയ ലളിതമായ ഒരു കാര്യം, രാവിലെ നമ്മൾ അറിവ് അന്വേഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ അറിവ് അന്വേഷിച്ച് പള്ളിയിലേക്ക് പോവുകയാണ്. മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജിൻ താമ്മൻ ഹജ്ജത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരാള് അറിവ് പകർന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ അറിവ് നേടാൻ വേണ്ടി ഉദ്ദേശം വെച്ച് പള്ളിയിലേക്ക് പോവാണ്. അവന്റെ ഉദ്ദേശം അറിവ് നേടുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ പള്ളിയിൽ ചെന്ന് അവൻ ആ അറിവ് നേടിയത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമ്പൂർണമായ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം അവന് കൊടുക്കുന്നു. ഹജ്ജിനു വേണ്ടി ഇപ്പോ
പിന്നെ സെലക്ഷൻ കിട്ടി, ആളുകളെല്ലാവരും അവിടെ മക്കത്താണുള്ളത്. ദുൽഹിജ്ജ 8 ഇൻഷാ അല്ലാഹ് ഓലൊക്കെ മിനയിലേക്ക് പോകും. പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുകയാണ്. ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി അവര് മുടക്കിയ പൈസ എത്രേ, അതിനുവേണ്ടി അവർ ചെലവഴിച്ച അധ്വാനം എത്രേ, അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗം എത്രേ, ഇനി അവർ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനം എത്രേ. ആ ഒരു ഹജ്ജ് നിർവഹിച്ചതിന്റെ പ്രതിഫലം, പൂർണ്ണമായ ഒരു ഹജ്ജ് നിർവഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും തരാൻ ഒരുക്കാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലാസ് വിചാരിച്ച് പള്ളിയിലേക്ക് പോകണം. നമ്മളെ പള്ളിയിൽ സുബഹിസ്കാരത്തിന് ശേഷം അവിടെ മലയാളം വായിക്കാൻ അറിയണ, അത്യാവശ്യം അറബി അറിയണ ഒരാള്, അയാള് അമാനിമലുടെ പരിഭാഷ വായിക്കുന്നുണ്ട്, നമ്മളതെല്ലാവരും കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. കൂലി കിട്ടും, ഒരു ഹജ്ജിന്റെ കൂലി കിട്ടും. ഇനി നേർവഴി രാവിലെ 5 മിനിറ്റ് നേരമുള്ള ഒരു ചെറിയ ഉപദേശമാണ്. ആ ഉപദേശം പള്ളിയിൽ ചെറിയൊരു വയറ് കണക്ട് ചെയ്ത് ബോക്സിലിട്ട് എല്ലാവരും കേൾക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഓരോ ദിവസവും ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം കിട്ടും. അവിടെ പോയ ആൾക്കാർക്ക് ഒരു ഹജ്ജിന്റെ കൂലിയല്ല പടച്ചോൻ കൊടുക്കുന്നത്. ഓൽക്ക് പടച്ചോൻ 10 മുതൽ 700 വരെ ഇരട്ടി ഹജ്ജിന്റെ കൂലി കൊടുത്തോളും. അത് പടച്ചോൻ ആ അധ്വാനത്തിന് വില കൊടുക്കും. നമുക്കൊരു ഹജ്ജിന്റെ കൂലി തരാന്ന് പറഞ്ഞത്, അത് വാങ്ങാലോ, അത് വാങ്ങാം. അപ്പൊ ദീനി പഠനം എന്ന് പറഞ്ഞാൽ, അറിവ് നേടാനുള്ള ക്ലാസ്സിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ, ആ ക്ലാസ്സിൽ ഇരിക്കുന്നതിന്, അവിടെ പഠനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നതിനൊക്കെ വമ്പിച്ച പ്രതിഫലങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തീരുമാനിക്കുക, അറിവ് നേടുന്ന സദസ്സുകളിൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം തെരഞ്ഞെടുക്കുന്ന സമയത്ത് മതവിജ്ഞാനം തെരഞ്ഞെടുക്കണം. ഇതിനർത്ഥം എല്ലാ മക്കളും അറബി കോളേജിൽ പോകണം, ദീനി വിദ്യാഭ്യാസം ആർജിക്കണം, എന്നാൽ മാത്രമേ ഈ നാട്ടിൽ ശരിയാവും. അതൊന്നും ഈ പറഞ്ഞതിനർത്ഥമല്ല. ഇവിടേക്ക് വരുമ്പോ, ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുമ്പോ എനിക്ക് ഓർമ്മ വരിക, ഞാനിവിടെ ഒരു CRE ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് ആദ്യമായി ഇവിടെ കുറച്ച് താടിയുള്ള ഒരു ചെക്കനെ കണ്ടിരുന്നു. ഓനാണ് ആ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നത്. മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ചെക്കൻ. അവനെ അന്ന് ആദ്യം ഇവിടെ കണ്ടു. ഓൻ ഇന്ന് ഒരു പ്രഭാഷകനാണ്, നല്ലൊരു ദാഇയാണ്, ഖതീബാണ്, വലിയ സദസ്സുകളിൽ സംസാരിക്കുന്ന കുട്ടിയാണ്. വിസ്ഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്, ഡോക്ടറാണ്. പക്ഷെ അവന്റെ ദഅ്വ മേഖലയിലും സജീവമാണ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. നല്ല അറിവുള്ള ആളാണ് മാഷാ അല്ലാഹ്. ഖുർആൻ ശരിക്ക് പാരായണം ചെയ്ത് അതിൽ നിന്ന് അർത്ഥം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള അങ്ങനെ കുറെ ആളുകളുണ്ട്. ദഅ്വ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കണ, ഭൗതിക വിദ്യാഭ്യാസം നേടിയെടുത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ബുദ്ധിയും കഴിവും ഒക്കെ ഉപയോഗപ്പെടുത്തി ഭൗതിക വിദ്യാഭ്യാസത്തിൽ അവർ ഏറ്റവും ഉന്നതിയിലെത്തി. IIT-കളിൽ NIT-കളിൽ അവർ പഠനം നടത്തി, ബിസിനസ് ചെയ്തു, അവർ വലിയ സ്ഥാനത്തെത്തി. പക്ഷേ ഇസ്ലാമിക വിജ്ഞാന രംഗങ്ങളിൽ യുക്തിഭദ്രമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ ഒരു മുന്നിലാണ്. അപ്പൊ മതവിദ്യാഭ്യാസം നേടിയെടുക്കുന്ന കോഴ്സുകളിൽ ചേരുക എന്നുള്ളത് വലിയ പ്രാധാന്യമുണ്ട്, പുണ്യമുണ്ട്. തുടർച്ചയായി പാപമോചന പ്രാർത്ഥന കിട്ടുന്ന കുറെ അവസരങ്ങളുണ്ട്. എന്നാൽ ഭൗതിക വിദ്യാഭ്യാസത്തിലാണെങ്കിലും അതിനോടൊപ്പം മതവിദ്യാഭ്യാസം കൊണ്ടുപോയാൽ അതുകൊണ്ട് കുറെ നേട്ടങ്ങൾ, വലിയ മെച്ചങ്ങൾ നമുക്ക് ലഭിക്കും എന്നതുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ദീർഘവീക്ഷണത്തോടു കൂടി സ്ഥാപിച്ച സംവിധാനങ്ങളാണ് അറബി കോളേജുകൾ. സർക്കാർ അംഗീകാരമില്ലാത്ത ധാരാളം അറബി കോളേജുകളുണ്ട്. മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജാമ്യകളുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നല്ല നിലവാരമുള്ള, ബുദ്ധിയുള്ള, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ, അങ്ങനെ +2-ന് ഫുൾ A+ കിട്ടിയ അങ്ങനത്തെ കുട്ടികൾ തന്നെയാണ് ഇപ്പൊ കൂടുതൽ അഡ്മിഷന് വരുന്നത്. അങ്ങനെ അഡ്മിഷൻ വരുന്ന നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കൾ അഭ്യസിക്കണം എന്നുള്ളതിൽ നമുക്കൊരു താല്പര്യമുണ്ടാകണം എന്നത് നമ്മൾ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആ ഒരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നത് ഒരു താല്പര്യമായി, ബോധമായി നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ പഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതോടൊപ്പം നമ്മളും അതിൽ മാതൃകകളായി നമ്മളാലാവുന്ന രൂപത്തിലുള്ള മതവിജ്ഞാനങ്ങൾ നുകരാനുള്ള അവസരങ്ങളെ, ഓൺലൈൻ ഓഫ്ലൈൻ സംവിധാനങ്ങളെ ഭംഗിയായി നമ്മൾ ഉപയോഗപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദീനിൽ അറിവ് വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടി ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഒരുപാട് തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവസരങ്ങൾ മുതലെടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആ അവസരങ്ങൾ മാത്രം നമുക്ക് കിട്ടും, പരലോകം നമുക്ക് നഷ്ടപ്പെടും എന്ന ഒരു ഓർമ്മ ബുദ്ധി നമുക്കുണ്ടാകാം. ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാകാം, നമുക്ക് അനുവാദമുണ്ട്.
അതിനേക്കാൾ ഉപരി ആഖിറമായിരിക്കണം നമ്മുടെ താല്പര്യം എന്നതിൽ ഒരു കൃത്യമായ ബോധം ഉണ്ടാവുക. ഒരു പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കുട്ടികളൊക്കെ പ്രവേശിച്ച ഈ ഒരു സമയത്ത് അധ്യാപകരോടുള്ള ബഹുമാനത്തെ പറ്റിയും ആദരവിനെ പറ്റിയും ഒക്കെ വിദ്യാലയത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയും മാതാപിതാക്കളെ പറ്റി അവരോടുള്ള ആദരവിനെ പറ്റി ബഹുമാനത്തെ പറ്റി വിദ്യാലയത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ നല്ല ഒരു തലമുറയായി അവർ വളർന്നു വരാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അധ്യാപകനുമായി നമ്മുടെ കുട്ടിയുടെ ക്ലാസ് ടീച്ചറുമായി ഒരു ബന്ധം, അത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന നല്ല ഒരു പരിചയം, കുട്ടിയെ പഠിക്കുന്ന എല്ലാ അധ്യാപകരെയും അറിയുകയും അവന്റെ ഓരോ സ്വഭാവ വ്യത്യാസങ്ങളും മനസ്സിലാക്കുകയും അവനെ പറ്റി എന്ത് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നാലും അത് പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്യാന്നുള്ളത് പ്രാധാന്യം. എന്തെങ്കിലും ഒരു സംശയം ഉന്നയിക്കുമ്പോഴത്തിന് അത് അധ്യാപികയെ സംശയിക്കാതെ പരിശോധിക്കാം, അങ്ങനെ ഉണ്ടോ നോക്കാം, നമുക്ക് വിഷയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞെന്ന് നന്നായി എന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ എൻ്റെ കുട്ടിനെ പറ്റി തെറ്റായി മനസ്സിലാക്കി ഓനക്ക് കാഴ്ചയില്ലാത്തവനാക്കി, ഓനക്ക് ബുദ്ധി കുറവുള്ളവനാക്കി, ഓനക്ക് വേറെ സ്വഭാവ പ്രശ്നങ്ങളുള്ളവനാക്കി, ഓന് ലഹരി ഉപയോഗിക്കുന്ന സംശയം പറഞ്ഞു, അങ്ങനെയൊന്നല്ല. എന്ത് സംശയങ്ങൾ പറഞ്ഞാലും നമ്മുടെ ഗുണത്തിനു വേണ്ടിയാണെന്ന് വിശ്വസിച്ച് അവർ വീണ്ടും അത്തരം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരണം എന്ന രൂപത്തിലാണ് നമ്മൾ ഇടപെടേണ്ടത്. ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല എന്ന് എത്ര തന്നെ മതബോധം നമ്മൾ നൽകിയാലും, എത്ര തന്നെ വിദ്യാഭ്യാസം കൊടുത്താലും, എത്ര തന്നെ മതവിജ്ഞാനം പകർന്നു കൊടുത്താലും, പടച്ചോനെ പേടിച്ച് എത്ര തന്നെ ഉഷാറായിട്ട് ജീവിച്ചാലും എൻ്റെ കുട്ടി വഴിതെറ്റൂല, ഞാൻ വഴികേടിലാകൂല എന്ന് വിചാരിക്കാൻ വഴിയില്ല. കാരണം അത്രമേൽ തിന്മകൾ വ്യാപകമാണ്. വിദ്യാഭ്യാസത്തിലൂടെ തന്നെ, കരിക്കുലത്തിലൂടെ തന്നെ കുട്ടികൾക്ക് തെറ്റായ ജ്ഞാനങ്ങൾ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന ആശയം ഡയറക്റ്റായി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമ്മുടെയൊക്കെ പ്രതിഷേധം കണക്കിലെടുത്ത് അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ പല വാചകങ്ങളിലൂടെ അത്തരം ചെറിയ ആശയങ്ങൾ ബയോളജിയുടെ പാഠപുസ്തകത്തിൽ 9ാം ക്ലാസ്സിൽ ഉണ്ട്. അപ്പൊ 9ാം ക്ലാസ് പഠിക്കണ നമ്മളെ കുട്ടിന്റെ ബയോളജി പാഠപുസ്തകം നമ്മളും വായിച്ചു നോക്കണം. നമുക്ക് അതിൽ അറിവുണ്ടാവണം, അതിലെവിടെ പ്രശ്നമുള്ളതെന്നുള്ള അറിവ് നമുക്ക് ഉണ്ടാവണം, അതിലേതു ഭാഗത്താണ് തിരുത്തി കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പൊ അവനെ സിആർഇക്ക് പറഞ്ഞാൽ മതി. സിആർഇ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജെൻഡർ സാമൂഹ്യ നിർമ്മിതിയാണെന്നുള്ള ഒറ്റ വാചകത്തിന്റെ അർത്ഥം എന്താ? 18 വയസ്സായാല് അനക്ക് ആണാണോ പെണ്ണാണോ എന്ന് തോന്നണത്, ജാണാ തോന്നിയ ആണാണ്, പെണ്ണാ തോന്നിയ പെണ്ണാണ്. ആ ഡയലോഗ് ശരിയല്ല. ആണിന് പെണ്ണായും പെണ്ണിന് ആണായും തോന്നൂല എന്ന് സിആർഇ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തോളും. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ശരിയായി അതിന്റെ കാര്യം മനസ്സിലായിക്കോളും. അപ്പൊ പാഠപുസ്തകത്തിൽ അത് ശരിയായ ഉത്തരം പരീക്ഷയിൽ എഴുതേണ്ട ഭാഗത്തല്ലാന്നും അതിങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അധ്യാപകർ പറയും. എങ്കിലും തെറ്റായ കാഴ്ചപ്പാടുകൾ ലഭിക്കാനുള്ള ചിത്രങ്ങളും ഒക്കെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാവും. അതൊക്കെ ശരിയായ റൂട്ട് മനസ്സിലായ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഒന്നും പ്രശ്നമല്ല. അതുപോലെ വിമർശിച്ചും ഗണ്ണിച്ചും പഠനം നടത്തി എതിർത്തും സംവദിച്ചും പഠിക്കുമ്പോൾ അതൊക്കെ അവന്റെ വിജ്ഞാനം ഉയർന്നു വരികയാണ് ചെയ്യുക. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കുറെ തരത്തിലുള്ള ആശയങ്ങൾ പഠിക്കാനുണ്ടാവും. ആശയങ്ങളോട് സംവദിച്ചു പഠിച്ചാൽ അതൊക്കെ രസമായിരിക്കും. അതിനോടൊക്കെ മറുപടി പറഞ്ഞ് പഠിച്ചാൽ പരീക്ഷയ്ക്കൊരു സാധനം എഴുതി വെക്കാം, മാർക്ക് നേടലൊക്കെ വേറെ. കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പഠിച്ചാലും അതിലും കുറെ വിമർശന വിധേയമായി അതിനെ പഠിച്ചാൽ അതിലും ഗുണമാണ് ഉണ്ടാവുക. എന്തു തന്നെ വിദ്യാഭ്യാസമാണെങ്കിലും അടിസ്ഥാന വിദ്യാഭ്യാസങ്ങൾ ലഭിക്കുക എന്നത് പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമ്മുടെ പഠന കാര്യങ്ങൾ ഭംഗിയായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ ഇഷ്ടപ്പെട്ട് അത് പരമാവധി ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തെത്തുമ്പോൾ വലിയ സ്ഥാനം ലഭിച്ച ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവുള്ളവരായി ജീവിച്ച് ആളുകൾക്ക് മാർഗദർശനം നൽകി പരലോകത്തെത്തുമ്പോൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും നല്ല ഉദ്ദേശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടിത്തരുമാറാകട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫിയാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം അരുളുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.